السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المسلمين والمسلمات. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذي قال لوالديه أف لكما أتعدانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين. صدق الله مولانا العظيم. إن لله تبارك وتعالى عبادا لا يكلمهم الله يوم القيامة ولا يزكيهم ولا ينظر إليهم. قيل من أولئك يا رسول الله؟ قال متبرم بوالدي ومتبرم بولدي ورجل أنعم عليه قوم فكفر نعمتهم فتبرأ منهم أو كما قال رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلموا أمة سيدنا مولانا മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരണീയരായ ഉലമാക്കളെ, സ്നേഹമുള്ള ഉമറാക്കളെ, മറ്റ് സഹോദരീ സഹോദരന്മാരെ, രാജാതിരാജനായ റബ്ബ് ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്ന കാലം എത്രയാണോ അക്കാലം മുഴുവൻ നമ്മുടെ ജീവിതം ഈ ഭൂമുഖത്ത് ഒരാൾക്കും ബുദ്ധിമുട്ടാകാതെ, മലത്തിലോ മൂത്രത്തിലോ കിടക്കേണ്ട അവസ്ഥയിലേക്കൊന്നും അള്ളാഹു നമ്മെ ആരെയും എത്തിക്കാതെ കൃത്യമായി നാഥന് സുജൂദ് ചെയ്യുവാനുള്ള ആരോഗ്യത്തോടെ ജീവിക്കുവാനും, എപ്പോഴാണോ റബ്ബ് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് അപ്പോൾ പൂർണ്ണമായ ഈമാനോടെ മരിക്കുവാനും, മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന മഹാസഭയായ മഹ്ശറയിൽ അള്ളാഹു പൊരുത്തപ്പെട്ടവരോടൊപ്പം ഒരുമിച്ച് കൂടുവാനും, മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ഹദറത്തിൽ പങ്കെടുത്ത നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, കുടുംബാംഗങ്ങൾ, ഗുരുനാഥന്മാർക്കും നാമുമായി ഖൈറായ ബന്ധങ്ങളുള്ളവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹുവേ, ഈ ചരിത്രപ്രസിദ്ധമായ പെരടാല ജാറം മഖാമ് ഉറൂസിൽ ഞങ്ങൾ മുമ്പൊക്കെ ഇവിടെ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പങ്കെടുത്ത എത്രയോ ആളുകൾ ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല. ഇവിടെ സ്വാഗത പ്രസംഗകൻ സൂചിപ്പിച്ചതായ ആളുകളടക്കം ഞങ്ങളുടെ മാതാക്കൾ, പിതാക്കൾ, ഇണകൾ, മക്കൾ, കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ മഖാമം ഈ പള്ളിയൊക്കെ എങ്ങനെ ആക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത
ഇതിൻ്റെ പരിപാലന സമിതി അംഗങ്ങൾ, അല്ലാഹുവേ അവരുടെ ഒന്നും അവസ്ഥ എന്താണെന്നറിയില്ല റബ്ബേ. അവരങ്ങ് ഖബറുകളിൽ വിഷമത്തിലാണെങ്കിൽ, വേദനയിലാണെങ്കിൽ, മഹാനായ വലിയല്ലാഹുവിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ദുആ ചെയ്യുന്നു റബ്ബേ. അവരുടെയൊക്കെ ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. അടുത്ത ഉറൂസിന് ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്നറിയില്ല റബ്ബേ. ഞങ്ങളാരൊക്കെ ഹോസ്പിറ്റലിലാണോ, ഞങ്ങളാരെല്ലാം ശ്വാസം കിട്ടാതെ ICUവിലാണോ, ഞങ്ങളാരൊക്കെ ഓപ്പറേഷൻ കാത്തുകിടക്കുന്നവരാണോ, ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്നവരാണോ, ഞങ്ങളെ ആരെയെല്ലാം ഹോസ്പിറ്റലുകളിൽ നിന്നും മടക്കി വീട്ടിൽ വന്നിങ്ങനെ മലർന്ന് കിടക്കുകയാണ്, അനങ്ങാൻ പറ്റാതെ. അപ്പോഴാണ് ഉറൂസിൻ്റെ നോട്ടീസ്. അല്ലാഹ്, ഈ പരിപാടിയിലൊക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്നാണല്ലോ റബ്ബേ, എനിക്കിന്ന് അനങ്ങാൻ കഴിയില്ലല്ലോ നാഥ എന്ന നിലയ്ക്ക് കണ്ണീരോടെ കിടക്കുന്നവർ നമ്മളിൽ ആരൊക്കെയാണോ ഒന്നും പറയാൻ പറ്റൂല. ചിലപ്പോൾ ഇത് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതെ ഇരിക്കാം. ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഉറപ്പാണ്, നമ്മുടെ മുൻഗാമികളൊക്കെ പോയതുപോലെ നമുക്കും പള്ളിപ്പറമ്പിലേക്കൊരു യാത്ര ഉറപ്പാണ്. ഖബറിലേക്കുള്ള യാത്ര, ശ്മശാനത്തിലേക്കുള്ള യാത്ര, കുഴിമാടത്തിലേക്കുള്ള യാത്ര. വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും, മുസ്ലിമാണെങ്കിലും മുനാഫിഖാണെങ്കിലും, യുക്തിവാദിയാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാവർക്കും ഉറപ്പായ യാത്ര. ഒറ്റയ്ക്കങ്ങ് പോവുകയല്ല, നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഒരുമിച്ച് കൂടി നല്ല പതയുള്ള സോപ്പൊക്കെ ഇട്ട് പതപ്പിച്ച് കുളിപ്പിച്ച് നന്നായി തോർത്തി നല്ല സുഗന്ധമുള്ള പഞ്ഞൊക്കെ ഉള്ള ദ്വാരങ്ങളിലൊക്കെ വെച്ച് അടച്ച് നല്ല പുത്തം പുടവേലങ്ങ് പൊതിഞ്ഞ് എല്ലാവരും കൂടി അങ്ങ് കൊണ്ടുപോവുകയാണ് നമ്മെ. യാതൊരു സംശയവുമില്ലാത്ത യാത്ര, ഉറപ്പായ യാത്ര. ഇത്ര ഉറപ്പും സംശയരഹിതമായതുമായ യാത്രയാണെങ്കിലും അതിൻ്റെ ഡേറ്റ് നമ്മുടെ ആരുടെയും കയ്യിലില്ല. അല്ലാഹുവേ, ദീർഘകാലം ഏകാന്തതയുടെ തടവറയിൽ കിടക്കുന്ന ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ ഖബറടങ്ങൾ നരകത്തിൻ്റെ കുഴിയാക്കാതെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, സ്വസ്ഥമായി കേരള സംസ്ഥാനത്തുള്ള ഒരു മഹാനായ വലിയുള്ളാഹിൻ്റെ സാന്നിധ്യത്തിൽ ഹദറത്തിൽ ഞങ്ങൾ കൂടുമ്പോൾ ധാരാളം മഹാന്മാരെല്ലാം അടങ്ങപ്പെട്ടിരിക്കുന്ന, പ്രത്യേകിച്ചും പ്രവാചകന്മാരുടെ ഒരു കൂട്ടം തന്നെ അടക്കപ്പെട്ടിരിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് അല്ലാഹുവേ നീ ശാശ്വതമായ വിജയവും പരിഹാരവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, അവിടെയെല്ലാം ജീവൻ നഷ്ടപ്പെട്ട മുഴുവൻ എണ്ണങ്ങളെയും ശുഹദാക്കളിൽ പെടുത്തണേ തമ്പുരാനെ. ഇന്ന് പത്രത്തിൽ വന്നതായ ന്യൂസ് 61ലേക്കും 62ലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. 67ലേക്ക്, 48, 49 കണക്ക് ശരിയല്ല. ഓരോ ബിൽഡിങ്ങുകളുടെയും അടിയിൽ നിരവധി മൃതദേഹങ്ങൾ, മയ്യത്തുകൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, അതുപോലുള്ള ദുരന്തത്തിൽ നിന്നൊക്കെ പടച്ചവനെ ഞങ്ങളെ, ഞങ്ങളുടെ നാടിനെയൊക്കെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. പക്ഷേ വളർന്നു വരുന്ന തലമുറയോട്, മക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ, ഫലസ്തീനിലെ മക്കളുടെയൊക്കെ സ്വഭാവം എന്തായിരുന്നോ അതേ സ്വഭാവത്തിലേക്കാണ് നിങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുകയും അഹങ്കരിക്കുകയും കൊള്ളരുതായ്മയിലേക്കും നിഷേധത്തരത്തിലേക്കൊക്കെ തലമുറകൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റബ്ബിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ശിക്ഷയാണ് നിങ്ങളെ തുടച്ചു നീക്കലെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചെങ്കിൽ, ഫലസ്തീനിൽ നടന്നത് മക്കളെ അവിടെ ഒരു തുടച്ചു നീക്കലാണ്. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ, ഗുരുനാഥന്മാരെ വന്ദിക്കാത്ത മക്കൾ, ഖുർആനിനെയും പള്ളിയെയും ആദരിക്കാത്ത മക്കൾ,
യഹൂദന്മാർ കൊണ്ടുവന്ന മയക്കുമരുന്നിന് അഡിക്റ്റായ മക്കൾ, യഹൂദൻ്റെ ശൈലിയിൽ മുടിവെട്ടുന്ന മക്കൾ, യഹൂദൻ്റെ ശൈലിയിൽ പാൻറിടുന്ന മക്കൾ, യഹൂദൻ്റെ ശൈലിയിൽ വർത്താനം പറയുന്ന മക്കൾ, യഹൂദൻ്റെ ശൈലിയിൽ കലാലയങ്ങളിലേക്ക് നീങ്ങുന്ന മക്കൾ. ഇന്ന് ആ ഒരവസ്ഥയാണെങ്കിൽ മാതാപിതാക്കൾ കണ്ണീരോടെ നിൽക്കുകയാണ്. നിവൃത്തിയില്ലല്ലോ. കാരണന്മാരെല്ലാം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. പള്ളി മദ്രസ ഭരിക്കുന്ന ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും പരിഗണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആരാണ് ഇതൊക്കെ പരിഹരിക്കുക? യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും മൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലൗമത ലായിമിൻ ദാലിക ഫളലുല്ലാഹി യുഅതിഹി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. ആ കുട്ടികളെ അതിൻ്റെ ഉടമകളുണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇരുത്ത്, ഇല്ലെങ്കിൽ അല്ല വള്ളിയിട്ട് കെട്ടിയിടുവോ നമ്മുടെ പരിപാടി കഴിയുന്നേരത്തെ കേട്ടോ. സദസ്സുകളിലൊന്നും ആളുകളില്ല എന്നാണ് പറയണത്. ഇവിടെ ദർസുള്ളതുകൊണ്ട് അൽഹംദുലില്ലാ ഈ വരുന്ന ആളുകൾക്ക് കസേര നോക്കി വർത്താനം പറയണ്ട. ആളുകൾ വരാൻ തയ്യാറായാൽ തന്നെ പരിപാടി നടത്തുന്ന സംഘാടകർ വരുത്തൂല. അതാണ് കുഴപ്പം. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ പിള്ളേർ തലതിരിഞ്ഞു പോണതിന് ആരാ ഉത്തരവാദി? ഞാൻ അങ്ങോട്ട് വരും, ഞാൻ ഓതി അതീതം ഇവിടെ സ്റ്റേജിൽ മഹാനായ ബഹുമാനപ്പെട്ട ഇവിടുത്തെ വന്ദനായ മുദരിസ് ഉസ്താദ് അടക്കമുള്ളൊരിപ്പുണ്ട്. മാതാപിതാക്കളുടെ കണ്ണീരും മക്കളുടെ വിലസലും ഞാൻ ഓതി ആയത്തിനകത്ത് ഫുള്ളായിട്ടുണ്ട്. അതാ ഇവിടെ കമ്മിറ്റിക്കാർ കൊടുത്തിരിക്കുക, എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്ന വിഷയം. വിലസുന്ന മക്കളും വിലപിക്കുന്ന മാതാപിതാക്കളും. ഒരൊറ്റ ആയത്ത് അതിനകത്ത് രണ്ടുമുണ്ട്. ഈ ഒരവസ്ഥയിലേക്ക് എത്തിയെന്താണ്? ഇതൊക്കെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. സദസ്സിൽ ആളില്ല, വഴുതു വെക്കാൻ ആളില്ല എന്നൊരു ഈ മാതിരി ലോകത്തുള്ളവനൊക്കെ എല്ലാം കാണാവുന്ന നിലയ്ക്ക് കേൾക്കാവുന്ന നിലയ്ക്ക് കാശ് കൊടുത്തു കൊണ്ടുവന്ന് വെക്കുകയാണ് കമ്മിറ്റി ഭാരവാഹികൾ. പണം കൊടുത്താണ് ഇപ്പോൾ ഇരുത്തിയേക്കണത്. എന്ന് പറഞ്ഞാൽ നീയൊന്നും ഒരു കാരണവശാലും മജ്‌ലിസിലേക്ക് വരണ്ട, വന്നിട്ടുള്ള ഗുണവും നീ നേടണ്ട. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കാശ് കൊടുത്ത് കടിക്കണ വട്ടീനെ മേടിക്കുന്ന ശൈലിയാണ്. സമുദായം എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായി ചെയ്യിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? മജ്‌ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്ന് ഔസ്താദിനോട് ചോദിച്ചു നോക്കുക. അല്ലാണ്ട് വീട്ടിൽ കിടന്ന് മരുന്ന് കിടന്ന് കേൾക്കണവനൊക്കെയല്ല ഇത്, കസേരയിൽ നിന്ന് കേൾക്കുന്നവനൊക്കെയല്ല ഇത്, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിരുന്ന് കേൾക്കുന്നവനല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ലോകം മൊത്തം മജ്‌ലിസുൽ ഇൽമാവൂലേ? 2 സ്ഥലമായി ഭൂമുഖത്ത് റിയാദുൽ ജന്നയുള്ളൂ. റിയാദുൽ ജന്ന ചോദിച്ചാൽ കിട്ടണ സ്ഥലമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം മലയാളം. സ്വർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് കിട്ടുന്ന സ്ഥലം. അങ്ങനെയുള്ള 2 സ്ഥലമാണ് ഈ ഭൂമിയിലുള്ളൂ. ഒന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്നതിൻ്റെയും മുത്തനബി തങ്ങൾ ഖുത്ബോദിയ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാ ബൈന ഖബരി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. മദീനയൊക്കെ ചെന്ന് നോക്കിയാൽ ഏക്കർ കണക്കിന് വികസിച്ചു. മക്കത്തും അങ്ങനെ തന്നെ ഏക്കർ കണക്കിന് വികസിച്ചു, പള്ളിയും സ്ഥലവും സൗകര്യങ്ങളൊക്കെ. ഖിയാമത്ത് നാൾ വരെ ഒരു രാജാവിനും ഒരു ഭരണാധികാരിക്കും ഒരു ഇമാമിനും 1 ഇഞ്ച് കൂട്ടാനോ 1 ഇഞ്ച് കുറയ്ക്കാനോ പറ്റാത്ത ആകാശത്തിന്റെ താഴെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് മാ ബൈന ഖബരി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. മുത്തനബി തങ്ങളുടെ റൗള ഇത്തിരി അങ്ങോട്ട് നീക്കാൻ നടക്കൂല. ഹബീബ് ഖുത്ബോദിയ മിമ്പറിന് ഒരു ഇത്തിരിയോടെ അങ്ങോട്ട് നീക്കാൻ അവിടെ സ്ഥലമില്ല, നടക്കൂല ഒന്നും. അതാ ഇരിക്കുന്നിടത്തി തന്നെയാ, അതാ കിടക്കുന്നിടത്തി തന്നെയാ. അതിൻ്റെ ഇടയിൽ സ്വർഗ തോപ്പാണ്. കയറാനും ഇരിക്കാനും റബ്ബിനോട് ചോദിക്കാനും മുത്തനബിയോട് സലാം ചെല്ലാനും ഒക്കെ അള്ളാഹു നമുക്ക് വഴി എളുപ്പാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. വിഭവസമൃദ്ധമായ സൽക്കാരം ഒരുക്കി അബ്ദുള്ള സാഹിബ്, ബഹുമാനപ്പെട്ട ഉസ്താദ് മുത്താലിമ്യങ്ങളും കമ്മിറ്റി ഭാരവാഹികളും അടക്കം വിഭവസമൃദ്ധമായ സൽക്കാരം. ചുമ്മാ എന്തെങ്കിലും ഒരു പേരിന് നടത്തിയതല്ല. ആ മനുഷ്യൻ എന്നോട് ആവശ്യപ്പെട്ട ഒറ്റ ഡിമാൻഡ് ഇതാണ്: ഉസ്താദ്, എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവൾക്കും പരിശുദ്ധ ഹറമിലേക്ക് എത്താനുള്ള വഴി എളുപ്പാക്കി തരാൻ ദ്വാരക്കണേ. അല്ലാഹുവേ, മുത്തനബി തങ്ങളുടെ അടുക്കൽ ആ ഇണകൾക്ക് സന്തോഷത്തോടെ പോയി എത്താനുള്ള വഴിയെല്ലാം നീ തുറസാക്കി കൊടുക്കണേ തമ്പുരാനെ. പരിപാവനമായ കഅബൻ 2 കൂടെ ഒരുമിച്ച് കയ്യെ പിടിച്ചുകൊണ്ട് തവാഫ് ചെയ്യാനുള്ള ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ചെറിയ കാര്യമല്ല ഇത്.
ആ നാക്കുകൊണ്ട് രണ്ടാമത് പറഞ്ഞ തോപ്പ് ഏതാണ്? അതിതാണ്. അപ്പൊ ഇവിടെ വന്നിരുന്നാലല്ലേ ഗുണം കിട്ടുള്ളൂ. വരണ്ട, നിങ്ങളാരും വരണ്ട. ഇതെല്ലാ സ്ഥലത്തും ഇപ്പം ഇങ്ങനെയായി. അല്ലാണ്ട് ഇപ്പൊ പെരടാലയിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയായി. എന്നിട്ട് കുറ്റവും പറയും. ഈ നന്നാവാനുള്ള പണി ചെയ്തെങ്കിലല്ലേ നന്നാവുള്ളൂ. മക്കളെ കൊണ്ട് ഇന്ന് വേദന വിഷമത്തിലും ആണോ? ആരാണ് ഇതിന് കാരണക്കാര്? ഞാൻ എൻ്റെ മക്കളോട് ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അങ്ങോട്ട് കടന്നു വരിക. ഒറ്റ വാക്ക്. പരിശുദ്ധ ഖുർആനിൽ ഞാൻ ഓതിയ ആയത്തിൻ്റെ ഓരോ ലഫ്ലായിട്ട് ഞാൻ അർത്ഥവും പറയണില്ല. കാരണം എനിക്ക് ഈ വിഷയം പറയണമെന്ന് ആശയമുണ്ട്, പക്ഷേ അതിന് ടൈം അനുവദിക്കുന്നില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഓരോ വാക്കായിട്ട് ഞാൻ പറയണില്ല. റബ്ബ് തആല മനുഷ്യരെ എന്ന് വിളിച്ചിട്ടല്ല ഇവിടെ ഈ അഭിസംബോധന. വിശ്വസിച്ചതായ ജനങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, അതിൻ്റെ അർത്ഥം അതാണ്. മുത്താലിമുകൾക്കറിയാം. വിശ്വസിച്ചതായ ജനങ്ങളെ, നിങ്ങൾ ഈ മുസ്ലിമാണെന്നും പറഞ്ഞ് മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾ ഈ സമുദായത്തിന്റെ സംസ്കാരത്തിനെയും അതിൻ്റെ ആദർശങ്ങളെയും നിങ്ങൾ കളയുകയാണോ? എന്നിട്ട് ഇതര സംസ്കാരത്തിലേക്ക് നിങ്ങൾ ചേക്കേറുകയാണോ? അങ്ങനെ നിങ്ങൾ ചേക്കേറുകയാണെങ്കിൽ നിങ്ങളൊരു യഹൂദന്റെ ശൈലിയിലാണ് മുടിവെട്ടണമെങ്കിൽ നീ ജൂതനാണടാ. യഹൂദന്റെ ശൈലിയിലാണ് നീ ഡ്രസ്സ് ധരിക്കുന്നെങ്കിൽ നീ യഹൂദനാണ്. യഹൂദത്തെ പോലെയാണ് നീ ഡ്രസ്സ് ധരിക്കുന്നില്ല, എടി മോളെ നീ യഹൂദത്തിയാണ്. നേർക്ക് നേരെ നബിയുനാ റസൂലുള്ളാഹി. ഇതര മതത്തിന്റെ സംസ്കാരത്തിന്റെ പുറകെ നിങ്ങൾ ചേക്കേറുകയാണെങ്കിൽ നിങ്ങൾ ആ മതത്തിന്റെ ആൾക്കാരായി. പിന്നെ നിങ്ങളെ ചെയ്യുന്ന എന്തെന്നാ? നിങ്ങൾ ഈ ഭൂമുഖത്ത് തുടച്ചു നീക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. യഥാർത്ഥത്തിൽ ഫലസ്തീനിൽ സംഭവിച്ചത് എന്താ നിങ്ങൾ പറ. ഇനി തുടച്ചു നീക്കി നെതന്യാഹുവിന് അധികാരം കിട്ടുമോ? ട്രംപിന് അധികാരം കിട്ടുമോ? നേരിക്ക് നേരെ റബ്ബ് വിശദീകരിക്കുകയാണ്. ഈ വൃത്തികെട്ട വർഗത്തിനെ മണ്ണിന്റെ മോളിൽ നിന്ന് തുടച്ചു മാറ്റിയിട്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മുമ്പിലും തലകുനിക്കാത്ത, ദീനിന്റെ വിഷയത്തിൽ ഒരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാത്ത, സത്യത്തിന്റെ മേലിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന വിഭാഗത്തിന് ഞാൻ അവിടെ പകരം കൊണ്ടുവരുന്നതാണ്. ഞാനിപ്പോൾ ഈ കണ്ടതൊന്നും ശരിയാണെന്നുള്ളത് ഈ ആയത്ത് വെച്ചോണ്ടൊന്നും പറയുന്നില്ല. പക്ഷേ ബുദ്ധിയും കഴിവും വിവരവും കുറഞ്ഞ ഞാൻ മനസ്സിലാക്കുന്ന എനിക്ക് എൻ്റെ മനസ്സിൽ വരികയാണ്. വെടി നിർത്തി മിനിറ്റുകൾ കഴിയുന്നതിന് മുമ്പ് ഉന്നത നിലവാരമുള്ള ആയുധങ്ങളുമായിട്ട് അവിടെ ഇറങ്ങിക്കഴിഞ്ഞു മുസ്ലിം ചെറുപ്പക്കാർ. അവർ ചോദിക്കുക ഇവരെവിടെയായിരുന്നു എന്നാ ചോദിക്കുന്നത്. ഈ ആയത്ത് വെച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെയൊക്കെ തന്നെയാണോ? എന്റെ സമുദായത്തിൽ തങ്ങളെടുത്ത് പറയും, എന്റെ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം അലാ ബാബി ഡമസ്കസിന്റെ ഭാഗത്ത് നിന്നും ഒരു വിഭാഗം ഉദിച്ചുയർന്നു വരും. അവർ പറയാൻ ഉദിച്ചു വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? കൂരിരുട്ടായ സമയത്ത് ഒരു ഭാഗത്തുനിന്ന് ഉദിച്ചു വരുന്ന പേരാണ് ഉദിച്ചു വരിക. സൂര്യൻ എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ ഉദിച്ചു വരുന്ന വരുന്നൊരു വിഭാഗം ഉണ്ടാകും. അവർ ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. പറ്റി പറയണമെങ്കിൽ ഹക്കിന്റെ വഴിയിൽ അവർ ഓർച്ചു നിൽക്കുന്ന ഈ ആയത്തിന്റെ വ്യാഖ്യാനമല്ലേ ഇപ്പൊ നബി തങ്ങൾ പറഞ്ഞത്. ഇവിടെയുള്ള തലമുറയോട് എനിക്ക് പറയാനുള്ളത്, നൊന്ത് വേദനിച്ചതായ പറ്റതായ ഉമ്മാനെ വേദനിപ്പിക്കുന്ന, ഉപ്പാനെ വിഷമിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്കാരങ്ങളെ പിച്ചു ചിന്തുന്ന ഒരു ശൈലിയാണ് ഇവിടുത്തെ തലമുറയ്ക്ക് ഉള്ളത് എങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത് അസൽ മറ്റൊരു ഫലസ്തീനാണ്. എന്തേ വഖഫ് ഭേദഗതി നമ്മളെല്ലാവരും ഒച്ചപ്പാടുക്കണ്ടല്ലോ. എറണാകുളത്ത് വഞ്ചി സ്ക്വയറിൽ പിന്നെ ഹൈക്കോടതി ജംഗ്ഷനിൽ വെള്ളിയാഴ്ച വലിയ പരിപാടി വെച്ചിട്ടുണ്ട്. കൃഷ്ണകല്ല ജമിയത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂരും ഉസ്താദാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. വലിയ പരിപാടി വെച്ചിട്ടുണ്ട്. 404 ഏക്കർ വഖഫ് ഭൂമി പിടിച്ചോണ്ട് ഓടിക്കുകയാണ് സർക്കാർ. അതിന് പുറകെ പിന്തുണ കൊടുക്കുന്നു എന്നുള്ള ഭയപ്പാടാണുള്ളത്. അതിന്റെ എതിരിൽ സമരം, അതിനോടൊപ്പം വലിയ സമരം ഇതാണ്, വഖഫ് ഭേദഗതി പിൻവലിക്കുക. എന്തിനാ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട്? ഇനി എന്താണ് ഈ മക്കളോട് ഇവിടെ പറയാനുള്ളത്? നിങ്ങൾ ഇവിടെ ഈ തടങ്കൽപ്പാളയം ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയാടാ മക്കളെ? ഇവിടെ പൗരത്വ നിയമം ചോദിക്കുന്ന ആരോടാടാ മക്കളെ? ഏക സിവിൽ കോഡ് വയ്ക്കുന്ന ആരോടാടാ മക്കളെ? എന്തേ നിങ്ങൾക്കൊന്നും ഇതിനെ സംബന്ധിച്ച് ഇതൊക്കെ ഇതിന്റെ ഓരോ സബബുകളാണ്. അത് തന്നെയാണ് ഫലസ്തീനിലും കണ്ടത്. അല്ലാണ്ട് ചുമ്മാ പിടിച്ചങ്ങോട്ട് കൊല്ലുമല്ലോ.
നീ പോണ വഴിക്ക് നിന്നെ വെടിവെക്കാൻ പറ്റൂല. നിന്നോട് ചോദിക്കും 955 നിന്റെ വെല്ലുപ്പ ഇവിടെ ജീവിച്ചതിന്റെ തെളിവും കൊടുക്കണ്ട. ഇല്ല, എന്നാ കയറ് വണ്ടിയിൽ. വണ്ടിയെ കയറിയാൽ നിന്നെ കൊണ്ടുവന്ന് പാലുമ്പഴം തരാനല്ല, അതിനെ തടങ്കൽ പാളയം എന്ന് പറയണത്. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ, കേരളത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പരസ്യമായി പ്രഖ്യാപിച്ചത് ശരിയാണെങ്കിൽ, ഇന്ത്യ രാജ്യത്ത് ആദ്യമായി തടങ്കൽ പാളയം പൂർത്തിയായ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. പിന്നെ കുബൂസും പിന്നെ പരിപ്പേറിയും അല്ലെങ്കിൽ മട്ടൻ കറിയും ആയിക്കോട്ടെ, അതങ്ങോട്ട് മുമ്പിലേക്ക് വെച്ചിട്ട് ആ കുബൂസിന്റെ ഒരു കഷ്ണം അങ്ങോട്ട് കീറി ആ മട്ടന്റെ ചാറിലേക്കൊന്ന് മുക്കുമ്പോൾ ഇങ്ങനെ ഒരു നെടുവീർപ്പുണ്ടാവും. എന്തേ 10 ലക്ഷം പ്രതിമാസം ശമ്പളം കിട്ടുന്ന എൻ്റെ അടുക്കൽ എൻ്റെ ഉമ്മ ഇല്ലല്ലോ അല്ലാ. എൻ്റെ ഉപ്പാനെ എനിക്ക് തോന്നുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ റബ്ബേ. എൻ്റെ പ്രിയപ്പെട്ടവളെ എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ അല്ലാ. എൻ്റെ പൊന്നുമക്കളെ എനിക്കൊന്ന് ദർശിക്കാൻ കഴിയുന്നു. ഇതല്ലേ, ഇതിൻ്റെ പേരല്ലേ വിരഹവേദന എന്ന്? ഗൾഫിൽ പോയി സുഖമായിട്ട് കിടക്കണാണോ? എന്തിനാണ് ഈ പണിയെടുത്തത് പറ? എന്തിനാ? എക്കടയിൽ പൈസ ഇല്ലേ? ഇവിടെയുള്ള കാരണവന്മാരോട് ചോദിക്കുക, നിങ്ങളുടെ എക്കടയിൽ പൈസ, ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ പറയാ, മടിയിൽ പൈസ. നിങ്ങൾക്കൊക്കെ മനസ്സിലാവണ്ടോ? ഞാൻ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഇത് കർണാടകയിലൊക്കെ വന്ന്, അല്ല കർണാടക അല്ലാത്ത കർണാടകയിലും പോയി ഇന്നാള്. കാസർഗോഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ല തെറിയും പറയുന്നത് നിങ്ങൾ പറഞ്ഞോട്ടോ, അത് ഇവിടുത്തെ തെറിയാന്ന് പറയണം കേട്ടോ. കാരണം ചില സ്ഥലത്ത് എങ്ങനെയാണ്, ചില സ്ഥലത്ത് നല്ല വാക്ക് പറയുന്നത് ചീത്തയായിരിക്കും, ചീത്ത വാക്ക് കൊണ്ട് നല്ലതുമായിരിക്കും. അങ്ങനെയുണ്ട് ചില സ്ഥലങ്ങളിൽ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ എന്നോട് പറഞ്ഞത്, ഈ മടിയിൽ പൈസ ഇരിക്കുക. ഈ പൈസ വെച്ചോണ്ടാ ഈ തന്ത എങ്ങനെ പോണത്? നല്ല ശീതളപാനീയ കടകൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. തൊണ്ട ഉണങ്ങി വരണ്ടു, വിശപ്പാണെങ്കിൽ കഠിനമായിട്ട് ശല്യം ചെയ്യുന്നുണ്ട്. ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടുന്ന കടകളുണ്ട്. കേറി കുടിച്ചാലോ? വേണ്ട. എൻ്റെ പൊന്നു മക്കള്, എൻ്റെ വാപ്പ നിന്നെ വളർത്തിയത് അങ്ങനെയാ. ദാഹിച്ചപ്പോൾ റോഡിന്റെ സൈഡിലുള്ള ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ച്, വിശന്നപ്പോൾ തുപ്പലിറക്കി വിശപ്പ് സഹിച്ച്, വെയിലും മഴയും കൊണ്ട് ദുരിതപ്പെട്ട് വിരഹവേദന ക്ഷമിച്ച് സഹിച്ച് അന്യനാട്ടിൽ പോയി അറബിയുടെ ആട്ടും തുപ്പും കൊണ്ട് ഇങ്ങനെയൊക്കെയാ നിന്നെ വളർത്തിയത്. പിതാവ് നിന്നെ വളർത്തിയത് അങ്ങനെയാണെങ്കിൽ മാതാവ് നിന്നെ വളർത്തിയതിന്റെ ശൈലി ഖുർആൻ എണ്ണി എണ്ണി പറയുന്നുണ്ട്. മാതാവ് സഹിച്ചതായ വിഷമങ്ങള്, ഹമലത്തുഹു വഹ്നൻ അലാ വഹ്നിൻ വവളഅതുഹു കുർഹ ഫിസാലുഹു ഫി ആമൈൻ. മാതാവ് അനുഭവിച്ച വിഷമങ്ങൾ പറയുന്നുണ്ട്. 10 മാസം നിന്നെ, ചെറിയ കാര്യമാണോ ഇത്? ഒരു ഇത്തിരി ഭക്ഷണം ഒന്ന് വയറിറങ്ങി നോക്കിക്കഴിഞ്ഞേ. വാപ്പ അനുഭവിച്ച ദുരിതവും ദുരിതം തന്നെ, ഉമ്മ അനുഭവിച്ചതും ദുരിതം തന്നെ. ഈ മക്കൾ എന്താണെന്ന് ഇത് മനസ്സിലാക്കാത്തത്, അതിൻ്റെ ആരാ ഉത്തരവാദി? ഞാൻ അതിനെ ഒന്ന് പറഞ്ഞു തന്നിട്ട് പോയിക്കോളാം. അതിൻ്റെ ഉത്തരവാദി ആരാന്ന് അറിയണമല്ലോ. 10 മാസം നിന്നെ ചുവന്നുകൊണ്ട് നടന്ന് നിന്റെ മാതാവാണ് മോനെ, മോളെ. നിന്നെ പ്രസവിച്ചത് താങ്ങാൻ പറ്റാത്ത വേദന സഹിച്ചാൻ. ഞാനൊരു 1.5 മാസം 2 മാസമായിട്ടുണ്ടാവും, എനിക്കൊന്ന് ലേബർ റൂമിൽ കയറേണ്ടി വന്നു. നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടുമായിരിക്കും, പക്ഷേ ഇയാൾ വയല് പറയുന്നു കേട്ടിട്ടുണ്ട്, അതുപോലെ ഇയാൾ പിന്നെ ഹജ്ജ് കച്ചവടം ഉംറ കച്ചവടം അതൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പിന്നെ ഇയാൾക്ക് ഏതാണ്ട് വേറെ കച്ചവടങ്ങളോ ഫ്ലോർ മില്ലോ ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. ഇയാൾക്ക് അവിടെ പിന്നെ വേറെയും പല ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാൾ പ്രസവിക്കുന്നു ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ എന്ന്. ഞാൻ ലേബർ റൂമിൽ കയറി പ്രസവിക്കാനല്ല, എന്നെ കൊണ്ട് അതിന് പറ്റുമില്ല. പിന്നെ നീ ലേബർ റൂമിൽ കയറി എന്തിനാടാ? നമ്മളൊക്കെ കയറണം. ഇവിടെ ആണുങ്ങളോട് ഞാൻ പറയാം, നിങ്ങളൊക്കെ ലേബർ റൂമിൽ കയറണം. ഞാൻ പറഞ്ഞുതരാം. അത് എൻ്റെ പേരക്കുഞ്ഞിന് തിരുനബി തങ്ങളുടെ സുന്നത്ത് നടപ്പിലാക്കാൻ വേണ്ടി കയറിയതാ. അല്ലോ, ആ കയറിയപ്പോൾ അതിൻ്റെ തൊട്ട് പുറകിലുള്ളൊരു മറയുടെ പിന്നിൽ നിന്നൊരു പെൺകുട്ടിയുടെ ദീനരോധനം. അല്ലോ, അവളുടെ കരച്ചല്, അവളുടെ നാവിൽ നിന്ന് വരുന്ന ദയനീയമായ വർത്തമാനങ്ങള്. ഞാൻ ഏതാനും മിനിറ്റ് നേരത്തേക്ക് സ്തബ്ധനായിപ്പോയി. പഠിച്ചവനെ, ഒരു പെണ്ണ് പ്രസവിക്കുന്നതാണല്ലോ ഈ കേൾക്കണത്. റബ്ബേ, അവളുടെ മാതാവ് അവളെ തലോടാൻ അവിടെ ഇല്ല, അവളുടെ പിതാവ് സാന്ത്വനവാക്ക് പറഞ്ഞു കൊടുക്കാനില്ല, പ്രിയപ്പെട്ട എണ ശരീരത്തിൽ തിരുമാനും ഊതാനുമില്ല. അവിടെ ഒരു ഡോക്ടർ നിൽക്കുന്നുണ്ട്, ഗൈനക്കോളജിസ്റ്റ്, ഇവിടെ ഒരു നഴ്സ് നിൽക്കുന്നുണ്ട്. അവർക്കിത് പതിവാണ്, അവർ കേട്ട് ശീലിച്ചേക്കണതാണ്. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, അല്ലാ,
ഈ പെണ്ണ് പ്രസവിക്കുന്ന ഈ ശബ്ദം, കരയുന്ന ഈ ശബ്ദം ഒന്ന് റെക്കോർഡാക്കി ഈ സമുദായത്തിന്റെ തലമുറയെ ഒന്ന് കേൾപ്പിച്ചിരുന്നെങ്കിൽ ഒരൊറ്റ മാതാവിന്റെ നേരെ ഒരൊറ്റ മക്കളും കണ്ണു തുറിപ്പിച്ചു നോക്കുമായിരുന്നില്ലല്ലോ റബ്ബേ. പക്ഷെ മിനിറ്റുകൾക്കുള്ളിൽ എൻ്റെ മനസ്സിലേക്ക് വേറെ മറുപടി വന്നു. ഞാൻ എന്നിട്ട് എൻ്റെ പണി ഞാൻ ചെയ്തു. മിനിറ്റുകൾക്കുള്ളിൽ എൻ്റെ മനസ്സിലേക്ക് മറുപടി വന്നു. സമുദായത്തിനെ ഈ കരച്ചിൽ കേൾപ്പിക്കുന്നുണ്ടല്ലോ. ആര് കേൾപ്പിക്കുന്നു? രാജാതിരാജനായ റബ്ബ് കേൾപ്പിക്കുന്നു. എവിടെ കേൾപ്പിക്കുന്നു? നമ്മുടെ മദ്രസയിലെ 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ കേൾപ്പിക്കുന്നു. നമ്മുടെ ഉസ്താദന്മാര് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. പൊന്നുമക്കളെ, ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്, പൊന്നുമക്കളെ, പരിപൂർണ ഗർഭവതിയായ ബീവി മറിയം റളിയല്ലാഹു തആല അൻഹ ഈന്തപ്പന മരത്തിലേക്ക് ചാരിയിരിക്കുകയാണ്. മക്കളെ, വേദന താങ്ങാൻ പറ്റാതെ അവർ മുതുകു കൊണ്ടിട്ട് ഈന്തപ്പനയിലേക്ക് തള്ളുന്നുണ്ട്. 2 കാലും 2 ഭാഗത്തേക്ക് അകത്തി വെച്ചിരിക്കുകയാണ്. ആ ഉദരത്തിൽ നിന്നും പൊന്നുമോനാകുന്ന റൂഹുല്ലാഹി നബീന ഈസാ അലൈഹിസ്സലാം ആകുന്ന കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ആ തള്ള വിളിച്ചുപോയി, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ. അല്ലാഹുവേ, ഞാൻ ഈ പ്രസവം അങ്ങ് നടത്തുന്നതിന് മുമ്പ്, എൻ്റെ കുഞ്ഞങ്ങോട് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് എന്നെ അങ്ങ് മരിപ്പിക്കുക അല്ലാ. ഞാനങ്ങ് മരിച്ചായിരുന്നു നിങ്ങൾ റബ്ബേ, ഭൂമുഖത്താരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വസ്തുവായിട്ട് ഞാൻ മാറിപ്പോയെങ്കിൽ അല്ലാ. ആരും ശ്രദ്ധിക്കാത്ത എന്തോ പുല്ലോ പടലോ പച്ചപ്പോ, ആരും ശ്രദ്ധിക്കാത്ത ഞാൻ അങ്ങനെ ആയെങ്കിൽ അല്ലാ. ഇത് മദ്രസയിലെ ഉസ്താദന്മാര് പഠിപ്പിച്ചിട്ട് മക്കളോട് പറയുന്നുണ്ട്, മോനെ, നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ചപ്പോൾ ഇത് അനുഭവിച്ചതാണ് കുഞ്ഞ്. അതുകൊണ്ട് ഫലാ തഖുല്ലഹുമാ ഉഫിൻ ഫലാ തൻഹറുഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ വഹ്ഫദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഖുർആനിനടുത്ത് നിങ്ങൾ മൊത്തം എടുത്ത് പരിധി വയ്ക്കാലും ഇങ്ങനെ ഒരു സാദൃശ്യപ്പെടുത്തിയ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഖുർആൻ നിങ്ങൾ മൊത്തം എടുത്ത് പരിശോധിച്ചോ. ദുനിയാവിലൊരു മനുഷ്യനക്ക് അല്ലാഹു തആല ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കൾക്ക് ദുആ ചെയ്യും മക്കളെ എന്നുള്ള ആവശ്യം മാത്രമേ ഉള്ളൂ. അവരുടെ പവറുകൾ മനസ്സിലാക്കിക്കോ. ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ ഉണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ മദ്രസ ഉണ്ടെങ്കിൽ, നമ്മുടെ എത്ര മക്കൾ 7-ലെത്തി 8-ലെത്തി 9-ലെത്തി എന്നൊന്ന് വിലയിരുത്തണം. ഉത്തരവാദി ആരാ? ഞാൻ അതിലേക്ക് നേരെ കടന്നു വരാം, ഇപ്പൊ കടന്നു വരാം. ഉത്തരവാദി വേറെ ആരുമല്ല, ഉത്തരവാദി അതിൻ്റെയൊക്കെ അവകാശപ്പെട്ട ആൾക്കാർ തന്നെയാണ്. കണ്ട, ഈ വേദന അനുഭവിച്ച് നിന്നെ പ്രസവിച്ചതായ ഉമ്മാന്റെ ഉപ്പാന്റെ മുന്നിൽ, ഉപ്പാന്റെ വേദന വേറെ, ഉമ്മാന്റെ വേദന വേറെ, അവരുടെ മുന്നിൽ നിശ്ചേ എന്ന് പോലും പറയല്ലേ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ രാഷ്ട്രപതിന്റെ പ്രസിഡന്റായിരുന്നു. അയാള് പിന്നെ ഇത് യൂണിവേഴ്സിറ്റി പിന്നെ ഇതൊട്ടാണ് കൊയ്റോയോ നമ്മുടെ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അല്ലേ സാറല്ല, യൂണിവേഴ്സിറ്റിയിലേക്ക് അവിടെ ഒരു പരിപാടിക്ക് എന്നതാ. അയാൾ പരസ്യമായിട്ട് പറഞ്ഞു, ഈ കാണുന്ന കെട്ടിട സമുച്ചയത്തിൽ നിന്ന് മനുഷ്യനാക്കി തലമുറയെ മാറ്റാൻ പറ്റിയ ഒന്നും ഇവിടെ കാണുന്നില്ല. മദ്രസയ്ക്ക് ആ ഗതികേടില്ല. മദ്രസയിൽ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഇതാണ്, മോളെ, നിന്റെ പിതാവ് അനുഭവിച്ച ദുരിതം, നിന്റെ മാതാവ് അനുഭവിച്ച ദുരിതം, അതുകൊണ്ട് ഒരു കുട്ടിയുടെ നാവിൽ നിന്ന് എന്നൊരു ശബ്ദം മാതാപിതാക്കളുടെ മുന്നിൽ പാടില്ല. ഫോണിന്റെ കേട്ട് ചെന്നൈയിലല്ലേ ഇത് കിട്ടുള്ളൂ. എന്നൊരു കുട്ടി പറയണ എപ്പോഴാ? 2 മക്കൾ കൂടി അവിടെ നിന്ന് നന്നായി കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൊരു മോനെ ഉമ്മ വിളിച്ചു, മോനെ സുൽഫീക്കറേ, എന്റെ അമ്മച്ചി, മറ്റവനെ പരാജയപ്പെടുത്താൻ ഇനി 1 റൗണ്ട് കളിച്ചാൽ മതി ഇവനക്ക്, അതിന് 3 മിനിറ്റ് മതി. 3 മിനിറ്റ് കൊണ്ട് മറ്റവനെ പരാജയപ്പെടുത്താം. ആ 3 മിനിറ്റ് എത്താറാവുമ്പോഴാണ് ഉമ്മാടെ വിളി, മോനെ എന്റെ അമ്മച്ചി ഇങ്ങ് വന്നേ.
അവൻ ആ കളിക്കുന്ന കളി ഉപകരണങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് നേരെ ഉമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു. അവനെ വിളിച്ച രംഗം നിങ്ങളും ചിന്തിക്കണം. തൻ്റെ എതിരാളിയെ പരാജയപ്പെടുത്താൻ നിസ്സാരം മിനിറ്റ് കളിച്ചാൽ മതി, അപ്പോഴാണ് വിളിക്കണേ. ഉമ്മ വിളിച്ചെങ്കിൽ കളി കഴിഞ്ഞിട്ട് പോകാന്നാ കൊച്ചു തീരുമാനിച്ചില്ല. അപ്പം തന്നെ കളി നിർത്തി അവൻ ഉമ്മയുടെ മുമ്പിൽ വന്നു. എന്തേ ഉമ്മച്ചി വിളിച്ചത്? നീ അവിടെ ചെന്നേ ആ കാതിരാജയുടെ കടയിൽ ചെന്ന് ഒരു 1/4 കിലോ 250 ഗ്രാം ചായപ്പൊടി മേടിച്ചുകൊണ്ട് നീ ഇതെങ്ങനെ ഉണ്ടാ പൈസ മേടിച്ചോണ്ട് ഒറ്റ ഓട്ടം കാതിരാജിയുടെ കടയിലേക്ക്. ചായപ്പൊടി വാങ്ങിച്ചോണ്ട് തിരിച്ചൊരൊറ്റ ഓട്ടം ഉമ്മാടെ അടുത്തേക്ക്. തേയില ചായപ്പൊടിയും കൊടുത്തു, ബാക്കി പൈസയും കൊടുത്തിട്ട് ഒരൊറ്റ ഓട്ടം കളിക്കളത്തിലേക്ക്. അനുസരണക്കേട് ആ കുട്ടിയുടെ ഭാഗത്തുണ്ടായോ? നിങ്ങൾ പറ, വല്ല അനുസരണക്കേടും ഉണ്ടായോ? ഒരനുസരണക്കേടും ഉണ്ടായില്ല. വിളിച്ചു, വന്നു, പൈസ വാങ്ങിച്ചു, പിന്നെ പലവ്യഞ്ജന കടയിൽ പോയി ചായപ്പൊടി മേടിച്ച് തിരിച്ചു കൊണ്ടു കൊടുത്തു, കളിസ്ഥലത്ത് വന്നു. പക്ഷേ ഒരു വലിയ അനുസരണക്കേട് അവന്റെ ഭാഗത്തൊന്നുണ്ടായിന്ന് അവനെയും അവന്റെ മാതാവിനെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ പറയാൻ ഒരു വലിയ അനുസരണക്കേട് ആ കുട്ടിയുടെ ഭാഗത്തുണ്ടായി. എപ്പോഴാണ് അനുസരണക്കേടുണ്ടായത്? പൈസ വാങ്ങാൻ നേരത്ത് അവന്റെ നാവിൽ നിന്ന് ഒരു ശബ്ദം വന്നു. ആ ശബ്ദമെടുത്തിട്ടാണ് പരിശുദ്ധ കലാമിലൂടെ തലമുറയെ പഠിപ്പിക്കുന്ന മക്കളെ, ഫലാ തഖുല്ലഹുമാ ഉഫിൻ, നിന്റെ ഉപ്പാനോട് ഉമ്മാനോട് അങ്ങനെ ഒരു ശബ്ദം പോലും നിങ്ങൾ കേൾപ്പിക്കാതെ വലിയ പാപമാണ് കേട്ടോ മക്കളെ. ചേതൊരു ശബ്ദം. എന്നിട്ട് പിന്നെ പറയാണ് ഫലാ തൻഹറുഹുമാ, മാതാപിതാക്കളോട് ശബ്ദം ഉയർത്തി സംസാരിക്കരുത്. തങ്ങൾ പഠിപ്പിക്കണം എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ വിശദീകരണമായി തങ്ങൾ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ, യജമാനന്റെ മുന്നിൽ അടിമ നിൽക്കുന്നത് പോലെ മാതാപിതാക്കളുടെ മുന്നിൽ മക്കൾ നിൽക്കേണ്ടത്. മാതാപിതാക്കൾ സംസാരിക്കുമ്പോൾ അവർ തിരിച്ച് സംസാരിക്കേണ്ടത് അടിമ യജമാനനോട് സംസാരിക്കുന്നത് പോലെ. ഇന്ന് ഉമ്മ അവിടെ ഇരിക്കുകയാണ്, അതിലെങ്ങനെ അങ്ങോട്ട് കടന്നു പോവാണ് നമ്മുടെ ആബിദ ഇങ്ങനെ കടന്നു പോണത് ഉമ്മ കാണുന്നുണ്ട്. ആബിദ അവിടെ പോയി ഇരുന്നു. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉമ്മ ഒന്ന് വിളിച്ചു, മോളെ ആബിദ. മിണ്ടണില്ല. ആബിദ മോളെ, മിണ്ടണില്ല. പക്ഷെ ഇപ്പൊ ഇതിലങ്ങോട്ട് പോയതാണല്ലോ ഉള്ളേ ആ അവള്. ഇപ്പൊ എങ്ങോട്ട് പോയി? ആബിദ മോളെ, വേറെ എവിടെ ഇരിക്കുന്നത്? കുഴപ്പമൊന്നും പറ്റിയില്ല. ഉമ്മാടെ ശബ്ദത്തിനേക്കാൾ കുറഞ്ഞ ശബ്ദത്തിൽ മോള് മറുപടി വിളിച്ചാടാ കേട്ടത്. ആരാടോ ഉത്തരവാദി പറ. അപ്പൊ അങ്ങോട്ടാ ഞാനീ കൊണ്ടുവന്നെ. ആരാ ഇതിന് ഉത്തരവാദി? ഇവിടെയൊക്കെ ഇഷ്ടം പോലെ അടക്കയുള്ള നാടാണ്. അബ്ദുള്ള സാഹിബിന്റെ വീട്ടിൽ ചെന്നപ്പോൾ, അബ്ദുള്ള ഹാജി എന്ന് പറയാൻ അള്ളാഹു എളുപ്പമാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആ മൂപ്പരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇഷ്ടം പോലെ അടക്കാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിവിടെ അടക്ക കിട്ടാൻ വേണ്ടി തേങ്ങയാണോ കുഴിച്ചിടുന്നത്? ഞങ്ങളുടെ നാട്ടിൽ അടയ്ക്കാമരം ഉണ്ടാകാൻ വേണ്ടി അടയ്ക്ക കുഴിച്ചിടും. അങ്ങനെ അടയ്ക്കാമരം ഉണ്ടാവും, അതിൽ അടയ്ക്ക ഉണ്ടാവും. നിങ്ങളിവിടെ തേങ്ങയാണോ കുഴിച്ചിടുന്നത് അടയ്ക്കാമരം ഉണ്ടാവാൻ? അന്ന് അവിടെ ഇരിക്കട്ടെ, അത്ര ഇരിക്കട്ടെ, ബാക്കി മറുപടി പിന്നെ കിട്ടും. കുത്തിയതേ മുളയ്ക്കുള്ളൂ. നമ്മുടെ കാരണന്മാർ കുത്തിയതേ മുളയ്ക്കുള്ളൂ, കുഴിച്ചിട്ടതേ മുളയ്ക്കുള്ളൂ. ഫലാ തൻഹറുഹുമാ, ശബ്ദം ഉയർത്തി ഉമ്മാനോടും ഉപ്പാനോടും സംസാരിക്കല്ലേ മക്കളെ. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, ബഹുമാനത്തിന്റെയും ആദരവിന്റെയും വർത്തമാനം അവരോട് പറ മക്കളെ. തീർന്നില്ല. വഹ്ഫദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, ഓ നീ വലിയ പണക്കാരനായി, കൊട്ടാരതുല്യമായ വീട്, കോടികൾ വിലമതിക്കുന്ന കാറ്, ഇഷ്ടം പോലെ വിളിച്ചാൽ കിട്ടുന്ന പണിക്കാരുകൾ, ഖാദിമീങ്ങൾ, ഇഷ്ടം പോലെ ജോലിക്കാര്, എല്ലാ സൗകര്യങ്ങളുമായി നീ എങ്ങോട്ട് പോവുകയാണ്? രാവിലെ എറണാകുളത്തേക്ക്. ഉപ്പാക്കുന്ന ഡോക്ടറെ കാണേണ്ട ദിവസമാണ്. ഉപ്പാനെ വിളിച്ചിട്ട് പറയുന്നു, ഉപ്പാ നമ്മുടെ സൈദാലിന്റെ ഡ്രൈവറോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിന്നെ 1.5 കോടി വിലയുള്ള കാർ ഇവിടെ കിടക്കുകയാണ്. ആ കാർ ഞാൻ ഇവിടെ ഇട്ടിട്ടാ പോകുന്നത്. ഞാൻ ട്രെയിനിനാ പോകാൻ പോകുന്ന എറണാകുളത്തേക്ക്. മോനെ, നിനക്ക് പല സ്ഥലത്തും കയറി ഇറങ്ങാനുള്ളതല്ലേ, നീ കാറും കൊണ്ടുപോയിക്കോ. വേണ്ട ഉപ്പാ, ഉപ്പാക്ക് സമയത്ത് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമ്മുടെ കാറ് തന്നെ വേണം. ഡ്രൈവറെ ഞാൻ പറഞ്ഞേപ്പിച്ചിട്ട് അവൻ വരികയും ചെയ്യും. ഉപ്പാക്ക് വേണ്ടി വിഷമം സഹിച്ച് ട്രെയിൻ യാത്ര ചെയ്യടാ മോനെ.
ഉപ്പാക്ക് വേണ്ടി നിന്റെ കോടിയിടക്കാരനെ വഴിപ്പെടുത്തി കൊടുക്കുമോനെ. പരുന്ത് അവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കോഴിപ്പട എന്നൊരു ശബ്ദം. 4 ഭാഗത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഓടി ഇങ്ങോട്ട് വരുമ്പോൾ ചിറകങ്ങ് വിടർത്തി കൊടുക്കുകയാണ്. അത് തന്നെ വൈശായിയുടെ മോനെ നിന്റെ വപ്പാക്ക് 2024 ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മലയാള വാക്ക് ഏത് എന്ന് ഇവിടെ മനോരമ പത്രം സർവേ നടത്തി ഇന്നാളെങ്ങാണ്ട് പത്രത്തിൽ കണ്ടു. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട വാക്ക് ഏതാന്ന് ബുദ്ധിവേഷന്മാരും വിദ്യാസമ്പന്നരും ഒക്കെ എടുത്ത തീരുമാനം വാക്ക് ഏതാണെന്നറിയോ? തന്ത വൈബ അല്ലേ? അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട വാക്ക്. എന്ന് പറഞ്ഞാൽ കാര്യപ്പെട്ടൊരു കൂട്ടുകാരനൊരു കാര്യം പറയുകയാണെങ്കിൽ തന്ത വൈബ് പറയില്ലേടാ എന്ന് പറഞ്ഞാൽ തന്തമാര് പറയണാര് പറയല്ലേ, വാപ്പ പറഞ്ഞാര് പറയല്ലേ എന്ന്, ഉമ്മ പറയണാര് പറയല്ലേ എന്ന്. എവിടെ എത്തി? ആ വാക്കാണ് ഏറ്റവും കൂടുതൽ 2024 ചർച്ച ചെയ്യപ്പെട്ട മലയാളം വാചകമെന്ന് ഇവിടെ സർവേയിൽ തെളിഞ്ഞു. എവിടെ എത്തി? ആരാടാവുവേ ഇതിനൊക്കെ ഉത്തരവാദി? അങ്ങോട്ടാ വീണ്ടും വന്നെ കേട്ടോ, സംസാരം വന്നത് അങ്ങോട്ടാണ്. ആരാടാവുവേ ഇതിനൊക്കെ ഉത്തരവാദി? ഇതിനൊക്കെ ഒരാൾ വേണമല്ലോ. നോക്കിക്കേ, ചിറക് താഴ്ത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കോഴിപ്പടയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും സുരക്ഷാ കവചമാണ് അതിൻ്റെ ചിറക്. കുഞ്ഞുങ്ങളെ അതിൻ്റെ ഉള്ളിലേക്ക് ഏറ്റിടാൻ ഒളിപ്പിച്ചു. പരുന്ത് വന്ന് നോക്കിയപ്പോൾ ഒരു മുത്തിപ്പട വിഴിപ്പുണ്ട്, ഒറ്റ കുഞ്ഞുങ്ങളെ കാണില്ല, പരുന്ത് മടങ്ങിപ്പോയി. ഇത് തന്നെ നിന്റെ കൊട്ടാരം നിന്റെ ഉമ്മാക്ക് കീഴ്പ്പെടുത്തി കൊടുക്കടാ. നിന്റെ പുതിയെണ്ണം കൂടി കയറി വന്നിട്ടുണ്ട്. പുതിവെണ്ണല്ല, നിന്റെ അടുക്കളയുടെ രാജ്ഞി. അടുക്കളയുടെ രാജ്ഞി നിന്റെ മാതാവാണ് മോനെ. അതാ നിന്റെ സൗകര്യങ്ങളെല്ലാം വാപ്പാക്ക് നീ വഴിപ്പെടുത്തി കൊടുക്കടാ, ഉമ്മാക്ക് വഴിപ്പെടുത്തി കൊടുക്കടാ എന്ന് പറ. എങ്ങനെയുണ്ട്? ഏറ്റവും കൂടുതൽ ഞാനിതിപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കണ, പക്ഷെ ഞാൻ പരസ്യമായിട്ട് പറയാ, വടകരയിൽ ഞാൻ പ്രശ്നം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ ഈ വടകര അൽബുസ്ഥാനിൽ അവിടെ എനിക്ക് ഞാൻ പല പ്രാവശ്യം അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു 2-3 കൊല്ലം മുമ്പാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പ്രശ്നം കഴിഞ്ഞ് എന്നെ കമ്മിറ്റിക്കാർ റിവ്യൂ സ്റ്റേഷനിലേക്ക് ആക്കാൻ വേണ്ടി കാറേ കയറ്റി. അപ്പോൾ ഉണ്ടാ കുറേ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് ഓടി വരിക കാറിൻ്റെ അടുത്തേക്ക്. അപ്പം ഞാൻ വണ്ടിയൊക്കെ കയറ്റി എൻ്റെ ആളോട് ചെയ്ത് എന്താ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് വന്ന് ഉസ്താദിനോട് എന്തെങ്കിലും പറയാനായിരിക്കും. 2 കണ്ണു മാത്രമേ കാണാവുള്ളൂ. എല്ലാവരും അവർ മുഖം മൂടിയൊക്കെ ഇട്ടാ വന്നത്. അടുത്തേക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയതാണ്, എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്ത അതുകൊണ്ടാണ്. ആ വന്നവരുടെ എല്ലാം എന്നോട് പറഞ്ഞ പരാതിയുടെ മാറ്റർ ഒരേ മാറ്ററാ. അതാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. വന്നവരെല്ലാം പറഞ്ഞു, ഉസ്താദേ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ മോനക്ക് എന്നോട് ഏറ്റവും വലിയ ഇഷ്ടമായിരുന്നു ഉസ്താദേ. വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം എന്നെ കാണുന്നത് അവനക്ക് ദേഷ്യമാണ്. ദുആരക്കണേ ഉസ്താദേ. ഉസ്താദേ എൻ്റെ മോൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്നെ ഉപദ്രവിക്കാം ഉസ്താദേ, ദുആരക്കണേ ഉസ്താദേ. വിവാഹത്തിന്റെ ശേഷം എൻ്റെ മോൻ എന്നോട് ദേഷ്യപ്പെടുമോ ഉസ്താദേ, ദുആരക്ക. എല്ലാവരുടെയും മാറ്റം ഒന്നാ. എല്ലാവരുടെ മാറ്റം ഒന്നാ. ഞാനിപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, മക്കളെ കൊണ്ട് മരുമക്കളെ കൊണ്ട് അങ്ങനെയുണ്ട് നമ്മുടെ മരുമക്കൾ എന്നൊരു ശൈലിയുണ്ട്. ഇതൊന്നും ഞാൻ തൊട്ടാൽ ശരിയാവില്ല, അതിലേക്കൊന്നും പോകണില്ല. എല്ലാ മക്കളാ കേട്ടോ, എല്ലാ മക്കളാ. വിവാഹം കഴിഞ്ഞ് വന്നതും മോനാണ് മോളാണ്, വിവാഹം കഴിച്ച് വിട്ടതും മോനാണ് മോളാണ്. അല്ലാണ്ട് മരുമക്കൾ എന്നുള്ള ഒരു ശൈലി അത് ഇസ്ലാമിലുള്ളതല്ല. അത് ഇന്ത്യയുടെ ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് കയറി വന്ന ജീർണതകളിൽപ്പെട്ടതാണ്. നമുക്കെല്ലാം മക്കളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മക്കളെ കൊണ്ട് വലിയ വിഷമത്തിലാണ് ബാവാ ഉസ്താദെ, മക്കളെ കൊണ്ട് വലിയ വിഷമത്തിലാണ്, വലിയ സങ്കടത്തിലാണ്. അത് കല്യാണം കഴിഞ്ഞവരെ കൊണ്ടും വിഷമാണ്, കല്യാണം കഴിക്കാത്തവരെ കൊണ്ടും വിഷമമാണ്, വലിയ സങ്കടത്തിലാണ് ബാവാ ഉസ്താദെ എന്ന് നിങ്ങളോട് മക്കളെ പറ്റി വേദനിക്കുന്ന മാതാപിതാക്കൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ, ഞങ്ങളൊക്കെ ആ തരക്കാരാണെന്ന് പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മക്കളെ കൊണ്ട് വിഷമിക്കുന്നവർ ഈ മജ്‌ലിസിൽ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ
മക്കളെ കൊണ്ട് വലിയ സങ്കടത്തിലാണ് വാവുസ്താദെ എന്ന് പറയുന്നവരാരെങ്കിലും മജ്ലിസിൽ ഇരിപ്പുണ്ടെങ്കിൽ ആരും കൈ പൊക്കരുത് കേട്ടോ, ആരും കൈ പൊക്കരുത്. അങ്ങനെ മക്കളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിക്കേ എന്ന് പറഞ്ഞാൽ ധാരാളം കൈ പൊങ്ങാൻ ഈ മജ്ലിസിലുണ്ടാവും. അറിയാതെ, കാരണം ഈ വിഷമം ഇങ്ങനെ ഉള്ളിൽ അടക്കി വെച്ചോണ്ടിരിക്കണല്ലോ. അപ്പോഴാണല്ലോ വാമസിലാരുടെ ചോദ്യം, മക്കളെ കൊണ്ട് വിഷമിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊക്കിക്ക്, ഒറ്റ പൊക്ക് വെക്കും. അപ്പോൾ അടുത്തിരിക്കുന്നവർ കാണും. അതാ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ പൊക്കല്ലേ എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ശരിയാണോ? വിഷമമുണ്ടോ? മുത്ത് നബിത്തങ്ങളുടെ വർത്താനം ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചേ. വളർത്തി വലുതാക്കിയ മക്കളെ നോക്കിയിട്ട് മാതാപിതാക്കൾ വേദനിക്കുന്ന ഒരു കാലം വരും. ആ വേദനിക്കുന്ന ശൈലി എങ്ങനെയാ? എന്റെ ഈ മോനെ ഞാൻ ഈ നിലയ്ക്ക് ആക്കിയ സമയം കൊണ്ട് ഒരു പട്ടിക്കുഞ്ഞിനെ ഞാൻ എടുത്ത് വളർത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ എന്ന് വേദനിക്കുന്ന ഒരവസ്ഥ ഈ സമുദായത്തിന്റെ മാതാപിതാക്കൾക്ക് വരാനുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ ബാവാ മുസ്ലിയാരെ, ഇനിയിപ്പോ ഞങ്ങൾ എന്തെല്ലാം കിടന്ന് ചിന്തിച്ചിട്ട് എന്താ കാര്യം? നബിത്തങ്ങൾ ഇങ്ങനെ പറഞ്ഞതല്ലേ? അതേ പറഞ്ഞതാ, പിന്നെ ഒരു ശരിയാവോ പറ? ഇങ്ങനെയുണ്ട് ഈ സമുദായത്തിലെ കുറെ വിഡ്ഢികൾ. എടാവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഷീർ മാത്രമല്ല നദീറുവാ. ഇന്ന നിലയ്ക്ക് നിങ്ങളെ മക്കളെ വളർത്തിക്കോ, നിങ്ങൾക്ക് സന്തോഷിക്കാം. ആ നിലയ്ക്കല്ല നിങ്ങൾ വളർത്തുന്നത്, ഈ നിലയ്ക്കാണോ പോണത് എന്നാ നിങ്ങൾക്ക് വേദനിക്കാം. ഇത് രണ്ടും പറഞ്ഞ വ്യക്തിയുടെ പേരാ നബീന റസൂലുള്ളാഹി. നമുക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ തന്നെ പോകുന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ പോകാതിരിക്കാൻ നിങ്ങൾ ഇങ്ങനെ വിട്ടോന്ന് തങ്ങൾ പറയുന്നുണ്ട്. ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണില്ല. ഞാൻ ചോദിക്കട്ടെ, തങ്ങൾ പറഞ്ഞൊരവസ്ഥയിൽ എത്തിയില്ലേ? ഒരു 2 ആഴ്ചയായിട്ടില്ല എൻ്റെ അടുത്ത് 2 കാരണവന്മാര്, അതൊരു 2-3 ദിവസത്തിന്റെ വ്യത്യാസത്തിന്റെ ഇടയിലാണ് വന്നത്. 2 കണ്ണീരായിട്ടാണ് വന്നേക്കണത്. ഉസ്താദേ, ഞാൻ സ്ഥലം മേടിച്ചപ്പോ മോന്റെ പേരിൽ മേടിച്ചു ഉസ്താദേ. ഞാൻ പണം ഉണ്ടാക്കി എൻ്റെ മോന്റെ പേരിൽ മേടിച്ച സ്ഥലത്ത് വീട് പണിതു ഉസ്താദേ. 1 രൂപ പോലും അവൻ്റെ ഇല്ല ഉസ്താദേ, ഞാനാ പണിതത്. ഇപ്പൊ അവൻ വിദേശത്തേക്ക് ജോലി തേടിപ്പോയി. മരുമോൾ എന്നെയും ഭാര്യനെയും അടിച്ചു പുറത്താക്കി ഉസ്താദേ. എന്നിട്ട് അവിടെ കൊണ്ടേ കേസ് കൊടുത്തേക്കോ ഉസ്താദേ. എൻ്റെ മരുമോളെ ഉസ്താദ് ഒന്ന് ഉപദേശിക്കാവോ ഉസ്താദേ? അയാൾ കരയൊന്നുണ്ട്. ഞാൻ ചോദിച്ചു, കാക്കാ നിങ്ങൾക്ക് എന്നെ തല്ലുകൊള്ളിക്കണമെന്ന് വല്ല നിർബന്ധം ഉണ്ടോ? അല്ലാണ്ട് എന്താ പറയാ, അള്ളാന്ന് പറയാത്ത ഒരുത്തിയുടെ അടുത്തേക്ക് ഞാൻ ചെന്നിട്ട് ഉപദേശിക്കണമെന്ന്. അവള് പടിഞ്ഞാട്ടാ നിൽക്കണമെങ്കിൽ അവളെ പുറത്ത് നിന്നിട്ട് ഒരാൾ തള്ളിയാൽ അവള് നേരെ കിഴക്കോട്ടേ ഉള്ളൂ. അങ്ങനത്തോളാണ്. അവക്കിടെ അടുത്തേക്ക് ഞാൻ ഉപദേശിക്കാൻ ചെന്നാൽ ഇറങ്ങടാക്കാന്ന് പറയില്ല, എന്നെ തല്ലൂലേ? ആരാടാവുക ഇതിന് ഉത്തരവാദിത്തി? വേറെ ഒരു വാപ്പായി ഉമ്മായും കൂടെ വന്നേക്കുവാണ്. പൊന്നാര ഹബീബേ, കിടപ്പാടത്തിന് കൊണ്ടുപോണ്ട കിടപ്പാടത്തിന്റെ ആധാരം എന്ന് പറഞ്ഞാൽ വീടിന്റെ ആധാരം നല്ല വാക്ക് പറഞ്ഞ് മേടിച്ചു ഉസ്താദേ. കൊണ്ടുപോയി പണയം വെച്ചു, 25 ലക്ഷം മേടിച്ചോണ്ടുപോയി. അവൻ പലിശ അടച്ചില്ല ഉസ്താദേ, പൈസ തിരിച്ചടച്ചില്ല ഉസ്താദേ. ബാങ്കുകാർ പിടിച്ചോണ്ടുപോയി എന്ന് മാത്രമല്ല, അവരെനിക്കെതിൽ കേസും കൊടുത്തേക്കോ ഉസ്താദ്. സ്വന്തം മോനെ പറ്റി മാതാപിതാക്കളൊന്ന് പറഞ്ഞേ കേൾക്കണത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ളൊരു വേദനയിലേക്ക് എത്തുമ്പോൾ ചിന്തിച്ചു പോവില്ലേ, അള്ളാ ഞാൻ ഇതിനെ വളർത്തിയ നേരം കൊണ്ട് ഒരു പട്ടിക്കുഞ്ഞിനെ വളർത്തിയിരുന്നെങ്കിൽ ഒരു എല്ലും കഷ്ണം ഇട്ട് കൊടുത്താൽ വാലാട്ടിക്കൊണ്ട് ഇങ്ങനെ പുറകെ വരും. മക്കളെ കൊണ്ട് വേദനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ എന്തുകൊണ്ട് എത്തിയെന്ന് പറ. അപ്പുറം പറഞ്ഞത് ഇതാണ്, ചിറകുകളെല്ലാം മാതാപിതാക്കൾക്ക് താഴ്ത്തി കൊടുക്കെന്ന് പറഞ്ഞിട്ട് അള്ള പറയുന്നു, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ദുനിയാവിലൊരു മനുഷ്യന് വേണ്ടി നിങ്ങൾ ദ്വാരക്ക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രം. എന്നെ ചെറുപ്പത്തിൽ എൻ്റെ മാതാവും പിതാവും ഏത് രീതിയിലാണോ താലോലിച്ചത്, ഓമനിച്ചത്, പോറ്റി വളർത്തിയത്, എൻ്റെ റബ്ബേ എൻ്റെ ഉമ്മാനെ ഉപ്പാനെ മാതലക്ക് നീ സംരക്ഷിക്കണം റബ്ബേ എന്ന് റബ്ബിനോട് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും മക്കളെ. നിങ്ങൾക്ക് വേറെ ഒന്ന് എടുത്തു തരാമോ ഖുർആനിന്ന്? ഏതെങ്കിലും ഒരു മനുഷ്യനെ ദ്വാരക്കാൻ വേണ്ടി ഒരു മനുഷ്യനോട് ആവശ്യപ്പെടുന്നുണ്ടോ ഖുർആനിൽ? നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ ദുആ ചെയ്യേ. ഏത് ദുആയിലാണ് മാതാപിതാക്കൾക്ക് ദുആ വരാത്തൊരു ദുആ നിങ്ങളുടെ ഉസ്താദ് നടത്തുന്നത് പറ?
അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഉയർത്തുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ പൊരുത്ത. ഈ മമ്മിക്കുട്ടി അസറത്ത് പറഞ്ഞിട്ടൊരാളുണ്ട്, അതിരാമ്പട്ടണത്ത് റഹ്മാനിയ കോളേജിൻ്റെ അവിടുത്തെ കിരീടമില്ലാത്ത രാജാവാണ്, വലിയ പണ്ഡിതനാണ്, ഒന്നിലുമില്ല, ഒരു പാർട്ടിയിലും ഒന്നിലും ഇല്ലാത്ത ഒരാളാണ്, സ്വതന്ത്രമായെന്ന് പറഞ്ഞാൽ കക്കടിപ്പുറം വലിയുള്ളാൻ്റെ അതേ ശൈലിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അള്ളാഹു ആഫിയത്തോടുള്ള ദീർഘായുസ്സോടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉലമാക്കൾക്ക് പലർക്കും അറിയും. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ ഇപ്പം ഷഹബാൻ 15 ദിവസം ഒരു ദിവസം തന്നോട്ടോന്നും എന്നാൾ വിളിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ അത്ഭുതം, ഇനി എങ്ങനെ ഇത് കൊടുക്കും, കാരണം എനിക്ക് പറഞ്ഞ ദിവസത്തിനൊന്നും ഒഴിവൊന്നുമില്ല. ഇനി അസ്രത്തിനോട് എന്ത് പറയുന്നോർത്തിരിക്കുകയാണ്. എന്നെ ഒരു ദിവസം അവിടെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചേക്കുവാണ്. ധാരാളം അലിമീങ്ങൾ കേട്ടോ. അസ്രത്ത് ഇങ്ങനെ മുന്നേ അങ്ങോട്ട് പള്ളിയിലേക്ക് അങ്ങോട്ട് റോട്ടിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങണം. പള്ളി പഴയ പള്ളി എന്ന് പറഞ്ഞപ്പോൾ ഒരു കൊല്ലത്തിന് മുമ്പ് 2 കൊല്ലത്തിന് മുമ്പുള്ള പള്ളി. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ വലത്തുവശത്തേക്ക് തിരിഞ്ഞിട്ട് എന്നെ വെറുതെ ബാവാന്ന് വിളിക്കാനുള്ള യോഗ്യതയുള്ളൂ, പക്ഷേ ആ മഹാനായ മനുഷ്യൻ ബാവുസ്താദെന്ന് വിളിക്കുള്ളൂ. എനിക്ക് കേൾക്കുമ്പോൾ നാണാവും. ഇങ്ങോട്ട് തിരിഞ്ഞിട്ട്, ബാവുസ്താദെ, ഇതെൻ്റെ ഉമ്മാൻ്റെ ഖബറാണ്. വിതുമ്പിയാലോടുകൂടി ഒരു മഹാപണ്ഡിതനാണെന്ന് മനസ്സിലാക്കണം. തൊട്ടപ്പുറത്ത് എൻ്റെ ഉപ്പാൻ്റെ ഖബറാണ്. അൽ ഫാത്തിഹ. സർവ്വ മൊയ്ലാന്മാരും ഫാത്തിഹ ഓതി, ഞാനും ഓതി. ദുആർന്നിപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ തിരിഞ്ഞിട്ടാ ദുആരക്കണേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അവിടെ ചൂണ്ടോ ഖബറിലേക്ക്. നിർത്തിയില്ല, ഒന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നിർത്തണില്ല. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ആ മനുഷ്യൻ ഈ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവും മഹത്വവുമാണ്. ഈ ദുനിയാവിൽ ഞാനിവിടെ മക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഇരിക്കണമൊക്കെ മക്കളല്ലേ പൊന്നെ, പറ. നിങ്ങളൊക്കെ ആരെങ്കിലും തോട്ടും. ഞാൻ ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അബ്ദുള്ള സാഹിബിനെ ഞാൻ നോക്കി നല്ല കപ്പങ്ങ വെളുത്തെടുക്കും. ഇവിടെ ഈ കപ്പങ്ങ ഒന്നും ആരും ഉപയോഗിക്കില്ല. അപ്പോൾ ഉസാന് വലിയ ഇഷ്ടമാണോന്ന് ഞാൻ പറഞ്ഞു. നാടൻ കപ്പങ്ങ നല്ലതാണ്, സൂര്യകാർക്കും നല്ലതാണ്. പറഞ്ഞ നേരം കൊണ്ട് അത് പറിച്ചേ പിന്നെ തൊലി. നിങ്ങളൊക്കെ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടാണോ പടപ്പേ? അല്ല, പറ. പഴുത്തേക്കണ മാങ്ങ തോട്ടിയുടെ അറ്റത്ത് തളുപ്പം കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചു പറിച്ചതാണോ? അതെയോ നിങ്ങളുടെ വാപ്പായും ഉമ്മായും കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ വീടിൻ്റെ ഉമ്മറത്ത് ഉമ്മ ആ കസേരയിൽ, വാപ്പായി കസേരയിൽ, അങ്ങനെ 10 വയസ്സായി. ഇപ്പോൾ ഉമ്മ ചോദിക്കുകയാണ്, അപ്പോഴേ നമ്മൾ 10 മാസമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട് പോവാ, അപ്പോൾ നമുക്കൊരു മോനുണ്ടാവണ്ടേ? അപ്പോൾ വാപ്പ പറഞ്ഞു ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് വാപ്പ ഇങ്ങനെ മേപ്പോട്ടൊരു വലി, ഇങ്ങനെ ഒരു വലി. അപ്പോൾ ഉമ്മ മൂത്ത മോൻ സുലൈമാൻ, പാപ്പ മേപ്പോട്ട് വലിച്ചു, ഉമ്മ കാർപ്പിച്ചൊരു തുപ്പു. മൂത്ത മോനാ അപ്പേ കിടക്കണേ. അല്ല, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടായതാണോന്നാ ഞാൻ ചോദിക്കണേ. നിങ്ങളൊക്കെ എത്ര കൊമ്പം മീശയാണെങ്കിലും എത്ര തുടുതുടുത്ത കവളാണെങ്കിലും നിങ്ങളൊക്കെ ഇതുപോലെ 10 മാസം കിടന്നതാ. നൊന്ത പ്രസവിച്ചത്. വയസ്സാകുമ്പോൾ അവരുടെ സ്വഭാവം മാറും. ചുമ്മാ സ്വർഗം കിട്ടൂല. വയസ്സാകുന്നവരും കൊച്ചുകുട്ടികളെക്കാൾ കൂടുതൽ വാശിയാണ് ഉമ്മാക്കും ഉപ്പാക്കും. അത് സഹിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ത്രം വെച്ചേക്കണേ. ചോദിച്ചല്ലോ നബി തങ്ങളോട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുഖൂഖുൽ വാലിദൈൻ, ഉമ്മാനോട് ഉപ്പാനോടുള്ള കടമ എന്താണ് റസൂലുള്ളാഹ്? എന്താ തങ്ങൾ പറഞ്ഞത്? ഹുമാ ജന്നത്തുക വ നാറുക നബിയനാ റസൂലുള്ളാഹി. അവർ നിന്റെ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ്. താടി കൂടുതൽ നിങ്ങളുണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല, വലിയ തൊപ്പി വെച്ചിട്ടും കാര്യമില്ല, നിസ്കാര ദൈവം ഉണ്ടായിട്ടും കാര്യമില്ല, മക്കനയുടെ മുകളിൽ പിന്നെ മക്കനെ ഇട്ടിട്ടും കാര്യമില്ല. മാതാവ് വേദനയിലാണോ പിതാവ് വിഷമത്തിലാണോ രക്ഷപ്പെടൂല. രക്ഷപ്പെട്ട ചരിത്രമില്ല. തങ്ങൾ 3 ആവർത്തങ്ങൾ എടുത്തു പറഞ്ഞു, റഗിമ അൻഫു സുമ്മ റഗിമ അൻഫു. നാണം കെടും 3 പ്രാവശ്യം. സഹാബാക്കൾ വെച്ചു, ആരാണ് റസൂലുള്ളാഹ്? മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കളെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, ആൾക്കാരിങ്ങനെ അന്തം വിടുവേ, ചേട്ടാ ഇത്രയും വലിയ ഫളീഹത്തായ നാണക്കേടിനകത്ത് ഞാൻ വന്ന് പെട്ടല്ലോ, ഞാൻ എന്ത് തെറ്റാപ്പ ചെയ്തേ? അങ്ങനെയൊക്കെ ചിന്തിക്കും ആൾക്കാർ. ഞാൻ എന്ത് തെറ്റാപ്പ ചെയ്തേ നിനക്കറിയില്ല? മാതാവിനെയും പിതാവിനെയും വേദനിപ്പിച്ച മക്കളെ ഈ ദുനിയാവിൽ അല്ലാഹു തആല. ഞാൻ ചോദിക്കട്ടെ, അൽഖമ റളിയല്ലാഹു അൻഹു മഹാനല്ലേ പൊന്നെ? അല്ലേ മഹാനല്ലേ? സയ്യിദനാ അൽഖമ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ പറയണം. പക്ഷെ ആ സഹാബിയെ കൊണ്ട് അല്ലാഹു തആല നമുക്ക് വലിയൊരു പാഠം പഠിപ്പിച്ചു തന്നില്ലേ? എന്താ പാഠം പഠിപ്പിച്ചത്? അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ പേര് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ?
വലിയ വിഷമത്തിലായല്ലോ, നാണം കെട്ടല്ലോ എന്ന അവസാനം തന്നെ. കലിമ ചെല്ലാൻ പറ്റിയോ പൊന്നാര ഹബീബന്മാരെ പറ. ഞാൻ പറയാ, റമദാൻ മാസം കടന്നു വരികയാണ്, റമദാൻ മാസം കടന്നു വരിക. നിങ്ങളൊരു തറാവിയും നിൽക്കിരിക്കണ്ട, ഒരു ഇടയത്താഴം കുടിക്കണ്ട, ഒരു പട്ടിണി നടക്കണ്ട, ഒരു നോമ്പും തോർപ്പിക്കണ്ട. 4 സ്വഭാവത്തിൽ നിന്നും നിങ്ങൾ പിന്നോട്ട് മാറാൻ തയ്യാറെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റമദാനില്ല എന്നാണ് നബിത്തങ്ങൾ പഠിപ്പിക്കുന്നത്. എൻ്റെ വിഷയം അതല്ല, ഞാൻ അതിലേക്കൊന്നും പോണില്ല. 4 തെറ്റ് തിരുത്തിക്കൊണ്ട് റമദാനിനെ സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾക്ക് നോമ്പേ ഇല്ല. സഹാബാക്കൾ ചോദിച്ചു, മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിത്തങ്ങളെ റമദാൻ കിട്ടാത്ത 4 പാർട്ടി എന്ന് പറഞ്ഞാൽ ജിബ്രീലിന്റെ സാന്നിധ്യം കിട്ടാത്ത പാർട്ടി, ലൈലത്തുൽ ഖദർ കിട്ടാത്ത പാർട്ടി എന്ന് പറഞ്ഞാൽ റമദാൻ കിട്ടാത്ത പാർട്ടി. വലിയ വഴല ഞാനീ പറയണേ, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമത് അവഗണിക്കപ്പെടുന്ന പാർട്ടി ആഖുല്ലി വാലിദൈ, മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് നാളെ 4 അല്ലേ? ഷഹബാൻ 10-25 ദിവസം കൂടെ ഉണ്ട്. എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ പോയി എടുത്തോണ്ട് പോരെ ഉമ്മാനെ. എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ വാപ്പാനെ പതുക്കെ ഹിക്കുമത്തിൽ കൂടെ കൊണ്ടുവരെ, വീട്ടിലേക്ക് കൂടെ കൊണ്ടുവന്ന് കയറ്റിക്കോ. ഒരു അനിയനുക്കും കൊടുക്കണ്ട, ഒരു ചേട്ടനുക്കും കൊടുക്കണ്ട. ഒബിൽ വാലിദൈനി ഇഹ്സാന, ഇങ്ങനൊരു വാക്ക് വേറെ പറഞ്ഞിട്ടുണ്ടോ ഖുർആനിൽ? നിങ്ങൾ പറ. ദ്വാരക്കണോന്ന് പറഞ്ഞതിന്റെ പുറമെ ദേ പറയണു, ഒബിൽ വാലിദൈനി ഇഹ്സാന, അഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹുവിനെ നിങ്ങൾ വഴിപ്പെടണം പടപ്പുകളെ, പടച്ചവനോടൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കരുത്. എന്നിട്ട് വന്നറിയോ, മാതാവിനും പിതാവിനും ഇഹ്സാൻ ചെയ്യ്. പോയി കുണ്ടേരെ എവിടെ കിടക്കണേന്ന് വെച്ചാ ഇഹ്സാൻ ചെയ്യ്. എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞ? ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്നില്ലേ? ഉസ്താദന്മാർ ചൊല്ലിക്കൊടുക്കുന്ന സഹീഹ് ബുഖാരിയുടെ ആദ്യം മനുഷ്യരൂപത്തിൽ വന്നു മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. നല്ല തൂവെള്ള ഡ്രസ്സ്, വണ്ടിയിലിരുന്ന് ചാരിയന്റെ ചുളുങ്ങിയന്റെ ഒന്നും ചുളുങ്ങലും പൊടിയൊന്നുമില്ല. സഹാബാക്കൾ എന്നെ അന്തം വിട്ടിരിക്കുകയാണ്. ഇത് ആരാടെ കയറി വൻ, നമ്മളാരും അറിയൂലല്ലോ. ഒരു പുറത്തുനിന്ന് വന്ന ആളാണെങ്കിൽ യാത്ര ലക്ഷണം കാണണ്ടേ, ഷർട്ടും തുണിയൊക്കെ കുപ്പായൊക്കെ ചുളുങ്ങിയിരിക്കണ്ടേ? അതൊന്നുമില്ലല്ലോ. പക്ഷെ നമുക്കാർക്കും മനസ്സിലാവണില്ലല്ലോ. വളരെ അതബോടെ നബി തങ്ങളുടെ മുമ്പിൽ അങ്ങ് വന്നിരുന്നു. എൻ്റെ അഷ്റഫുൽ ഖൽഖിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ നബിയെ ഈമാൻ എന്ന് പറഞ്ഞു തരട്ടെ. പറഞ്ഞു കൊടുത്തു. കേട്ട് കഴിഞ്ഞപ്പോ ഈ വന്ന ആള് പറഞ്ഞു, കറക്റ്റാ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞു, ഇസ്ലാം എന്ന് പഠിപ്പിച്ചാട്ടെ നബിയെ. ഇസ്ലാം മൊത്തം പറഞ്ഞു കൊടുത്തു. അപ്പൊ പഠിക്കാൻ വന്ന ആള് പറഞ്ഞു, കറക്റ്റാ പറഞ്ഞത്. പിന്നെ എന്താ ചോദിച്ചേ? ഇഹ്സാൻ എന്ന് പഠിപ്പിച്ചാട്ടെ നബിയെ. അൻ തഅബ്ദുല്ലാഹ അന്നക തറാഹു ഇല്ലൻ തകുൻ തറാഹു ഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കാണുന്നു എന്ന നിലയ്ക്ക്, നീ കാണണില്ല, നിന്നെ അല്ലാഹു കാണുന്നു എന്ന നിലയ്ക്ക്, നിന്നെ അല്ലാഹു കാണുന്നു എന്ന നിലയ്ക്ക് നീ അല്ലാഹുവിനെ ഇബാദത്തെടുക്കുന്നതിന്റെ പേരാണ് ഇഹ്സാൻ. വല്ലതും മനസ്സിലാവുണ്ടോ? ഉമ്മാടെ വാപ്പാടെ 1 രൂപ നീ എടുത്തിട്ടില്ല, 1 തരി മണ്ണ് പോലും അവരുടെ നീ സ്വീകരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയും പൊതു പിന്നെ തറവാട്ടു സ്വത്ത് എന്ന്. ഇല്ല, വാപ്പാടെ ഉമ്മാടെ 1 രൂപ നീ വാങ്ങിച്ചിട്ടില്ല. വാപ്പാടെ ഉമ്മാടെ 1 തരി മണ്ണ് പോലും നീ എടുത്തിട്ടില്ല. എല്ലാം എടുത്തത് മറ്റു ചേട്ടന്മാരും മറ്റു പെങ്ങന്മാരും എടുത്തത്. പക്ഷേ ഉമ്മ നിന്റെ അടുത്താണ്, ഉപ്പ നിന്റെ അടുത്താണ്. എന്റെ ഉമ്മാനെ ഞാൻ കളയില്ല, എന്റെ ഉപ്പാനെ ഞാൻ കളയില്ല. എന്റെ ചേട്ടന്മാരുടെ പൊരുത്തം എനിക്ക് അതിന് വേണ്ട, എന്റെ പെങ്ങന്മാരെ തൃപ്തി എനിക്ക് വേണ്ട. എന്റെ കുടുംബത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ അതെല്ലാം എന്റെ ഉപ്പാടെ ഉമ്മാടെ സഹിക്കാൻ തയ്യാറാണ്. ഇതിന്റെ പേരാണ് ഇഹ്സാൻ. മനസ്സിലായോ? 3 വയസ്സായ 4 വയസ്സായ ഒരു കൊച്ചു ചായ പഞ്ചസാര മേടിക്കാൻ വന്നു കടയില്, പലചരക്കടക്കാലെ കടയില്. കാക്ക 1 കിലോ പഞ്ചസാര. കാക്ക ഇതെല്ലാം കൂടെയും കൂട്ടി തൂക്കിയൊക്കെ നോക്കി കഴിഞ്ഞപ്പോ 700 ഗ്രാമേ ഉള്ളൂ, 300 ഗ്രാം കുറവ്. കൊച്ചിന് തൂക്കം അറിയൂലല്ലോ. എന്നാ മോളെ 1 കിലോ പഞ്ചസാരയുടെ പൈസ മേടിച്ചിട്ട് മേശയിലേക്ക് ഇട്ടു. ഇതിന്റെ പേര് ഇഹ്സാൻ അല്ല. 700 ഗ്രാം പഞ്ചസാരയും കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഇത് 1 കിലോ തൂക്കം ഇല്ല. കൊച്ചിനൊന്നും അറിയില്ല, കൊച്ചിന് തൂക്കം അറിയില്ല, പൈസ അറിയില്ല. ഉമ്മ രൂപ കൊടുത്തയച്ചു, 1 കിലോ പഞ്ചസാര എന്ന് പറയാൻ പറഞ്ഞു. 5 വയസ്സായ കൊച്ചു വന്നിട്ട് ഇത് പറയാണ്.
കൊച്ചിന് തിരിച്ചു കൊടുക്കുമ്പോൾ 1 കിലോയുടെ പഞ്ചസാരയുടെ പൈസയാണ് ഉമ്മ കൊടുത്തയച്ചത്. 1 കിലോ പഞ്ചസാരയുടെ പൈസ എടുക്കാതെ 700 ഗ്രാമിന്റെ പൈസ എടുത്ത് 700 ഗ്രാം തിരിച്ചു കൊടുക്കുന്നതിന്റെ പേരാണ് ഇഹ്സാൻ. പുറകോട്ട് നോക്കി മുന്നോട്ട് നോക്കി ആരുമില്ല, വഴിയിലൊന്നും ആരുമില്ല. നല്ല ആരോഗ്യമുള്ള സൗന്ദര്യവാനായ ചെറുപ്പക്കാരൻ വരുന്നു, അല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി വരുന്നു, ആരുമില്ല. നന്നായിട്ട് അങ്ങോട്ട് നോക്കി, ഓ ആരും കാണണില്ലല്ലോ. അള്ളാഹുവേ, ഒരു അന്യ പെണ്ണാണ് വരുന്നത്. മനുഷ്യന്മാര് കാണണുണ്ടോ കാണണില്ലോ എന്നുള്ളതല്ല എന്റെ നിയമം. പടച്ചവനെ, ഞാൻ അവളെ നോക്കി ആസ്വദിക്കുന്നത് റബ്ബേ നീ കാണുന്നുണ്ട് നാഥ എന്നുള്ള നിയ്യത്തിൽ അവളെ കാണുമ്പോൾ തല താഴ്ത്തി കണ്ണ് താഴ്ത്തുന്നതിന്റെ പേരാണ് ഇഹ്സാൻ. എന്നെ റബ്ബ് കാണുന്നു, ഞാൻ റബ്ബിനെ കാണുന്നില്ലെങ്കിലും ഇങ്ങനെ ഒരു നന്മ ചെയ്യാൻ അല്ലാഹു തആല നിർദ്ദേശിച്ചെങ്കിൽ ആ നന്മയുടെ പേരാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. പറ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഹറമിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, കവാലയത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു തള്ളേനെ ഇങ്ങനെ മുതുകേറ്റേറ്റ് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അവളിങ്ങനെ കഴുത്തേലേക്ക് വട്ടം പിടിച്ചേക്കുവാണ് മോന്റെ. ഒരു കൈ അവൻ ഇങ്ങനെ പിടിച്ചേക്കണു, ഒരു കൈ ഇങ്ങനെ പിടിച്ചേക്കുവാണ്. എവിടെയോ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീന്റെ അടുത്തേക്ക് വന്നു. സലാം ചൊല്ലി, അമീറുൽ മുഅ്മിനീൻ അതെന്റെ ഉമ്മയാണ്. ഓഹോ, ഞാൻ എതിലെ പോയാലും ഉമ്മാക്ക് എന്റെ കൂട്ടത്തിൽ പോരണോന്ന് നിർബന്ധമാണ്. അങ്ങനെയൊക്കെ ഇല്ലേ? അങ്ങനെയൊക്കെ ഇല്ലേ? കൊണ്ടുപോവോ? ഇന്ന് മാതാപിതാക്കൾ കണ്ണീരിലാണെങ്കിൽ കാരണക്കാർ ആര്? എങ്ങനെ പറയുന്നു മറ്റേ എനിക്ക് മനസ്സിലാവണില്ല. വേറെ ആരും അല്ല കാരണക്കാര്, പെറ്റതായ നീയും ചോര നീരാക്കി സംരക്ഷിച്ച നീയും. ഈ രണ്ടാളല്ലാണ്ട് വേറെ ആരും ഇതിന് ഉത്തരവാദികളല്ല. അത് വിശദീകരിക്കാൻ എൻ്റെ ഗുരുനാഥന്മാരുടെയും മശായിഖന്മാരുടെയും മാതാപിതാക്കളുടെയും പൊരുത്തം കൊണ്ട് എനിക്ക് കഴിയും. ഞാൻ അതിലേക്ക് വന്നിട്ടില്ല. ഉമർ ഫാറൂഖ് തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എൻ്റെ ഉമ്മാക്ക് ഞാൻ എതിലെ പോയാലും എൻ്റെ കൂടെ പോരണം. ഞാനങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് ഇങ്ങ് വന്നിരിക്കുകയാണ്. എനിക്ക് കൂലിയില്ലേ അള്ളാന്റെ അടുക്കല്? ഇല്ല. അന്തം വിട്ടു ചെറുപ്പക്കാരൻ. ഞാൻ ഇത്രയും നല്ല ഉമ്മാക്ക് വേണ്ടി ഒരു പണി ചെയ്തിട്ട് എനിക്ക് കൂലിയില്ലേ? ഇല്ല. എന്താണ് മഹാനവറുകളെ, നിന്റെ മുതുകത്ത് കിടക്കുന്ന മാതാവ് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുവേ ഇത് ഇൽഹാമ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല പ്രവാചകനൊന്നുമല്ല, നബിയൊന്നുമല്ല. പക്ഷെ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾക്ക് അല്ലാഹു തആല ഇൽഹാമ കൊടുക്കും. അതിൽപ്പെട്ട ഒന്നാ ഇത്. നീ നിന്റെ മുതുകത്ത് കിടക്കുന്ന തള്ള ആ ഉമ്മ ദുആ ചെയ്യുന്നത്, അല്ലാ എൻ്റെ പൊന്നുമോനൊക്കെ ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. ആ ഉമ്മ അങ്ങനെ ദുആ ചെയ്യുമ്പോൾ ചുവന്നോണ്ട് പോകുന്ന നിന്റെ മനസ്സ് പറയുന്നു, അല്ലാ ഞാൻ എത്ര കാലം ഈ തള്ളേനെ ചുമക്കേണ്ടി വരും റബ്ബേ. വബിൽ വാലിദൈനി ഇഹ്സാന. ഈ പെരടാലയില് മലത്തിലും മൂത്രത്തിലും കിടക്കിയ ഉമ്മ, മോള് വന്ന് മലവും മൂത്രവും കോരുവാണ്. മോക്കടെ മനസ്സ് റബ്ബിനോട് ദ്വാരക്കാണ്, അല്ലാ എന്റെ ഉമ്മാനെ ദീർഘകാലം ഈ മലമൂത്ര വിസർജിക്കുന്നത് ശുദ്ധീകരിക്കാൻ എനിക്ക് ഭാഗ്യം തരണേ റബ്ബേ. വാപ്പാന്റെ മൂത്രവും മലവും മോൻ കോരുകയാണ്. മോൻ മനസ്സുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാ എന്റെ ഉപ്പാന്റെ മലവും മൂത്രവും ദീർഘകാലം എനിക്കിങ്ങനെ ശുദ്ധീകരിക്കാൻ അവസരം തരണേ അല്ലാ. അങ്ങനെയുള്ള മക്കളാണ് പെരടാലുള്ളത്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ളവർ അങ്ങനെയല്ല. മറ്റുള്ളയിടത്തിലുള്ളവർ എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഒരു ദിവസം കോരും, രണ്ടാമത്തെ ദിവസം ഒരു പണ്ടാരം. ഇതിന് ഞാൻ എത്ര നാൾ ഈ മുസീബത്ത് ഞാൻ എത്ര കാലം കോരേണ്ടി വരുമോ? മറ്റുള്ള നാടുകൾ. പെരടാലയിൽ അങ്ങനെയല്ല. പെരടാലയിൽ വാപ്പ വിളിക്കിറങ്ങും തോറും, പഠിച്ചവനെ കൂടുതൽ കൂടുതൽ വിളിക്കിറങ്ങട്ടെ അല്ലാ, എനിക്ക് കോരാൻ എനിക്ക് കോരാൻ. ഉമ്മാടെ മലം കൂടുതൽ കൂടുതൽ താട്ടെ അല്ലാ, എനിക്ക് കോരാൻ കോരാൻ. അങ്ങനെ പറയണേ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് പെരടാലയിലുള്ളത്. കാരണേ ഞാൻ ബോഡി ഗാർഡില്ലാതെ പ്രസംഗിക്കാൻ നടക്കുന്ന ആളാണ്. ഇവിടെ മാത്രമേ അങ്ങനത്തെ മക്കളുള്ളൂ. മനസാക്ഷിയോടൊന്ന് ചോദിച്ചേ, എത്ര മാതാപിതാക്കളെ ഇതുപോലെ താല്പര്യത്തോടെ, അതിൻ്റെ പേരാണ് ഇഹ്സാൻ. എൻ്റെ മാതാപിതാക്കൾക്ക് നീ ഇഹ്സാൻ ചെയ്യണേ.
എൻ്റെ ജനങ്ങളെ, ഈ ഒരവസ്ഥയിലല്ല ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, മക്കളെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾ കണ്ണീരിലാകുന്നു. വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൻ ലക്കുമാ. മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് സന്തോഷിക്കേണ്ട ചില കാലങ്ങളൊക്കെ ഉണ്ടാവും. കയ്യിൽ കാശ് സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ആരെയൊന്നും വകവയ്ക്കൊന്നുമില്ല. ആ കാലത്തുള്ള ആശയല്ല, അവസാനത്തിലുള്ള മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് മാറ്റങ്ങൾ വരുമെന്നാ ഖുർആൻ പറഞ്ഞത്. സംസ്കൃതത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടേ, ബാലസ്ഥാവൽ ക്രീഡാശക്തേ, ബാലസ്ഥാവൽ ക്രീഡാശക്തേ, തരുണസ്ഥാവൽ തരുണീശക്തേ, വൃദ്ധസ്ഥാവൽ ചിന്താശക്തേ, പരമേ ബ്രഹ്മണി കോപിനശക്തേ. ഇത് നേരെ ഖുർആനിൽ നിന്ന് എടുത്തേക്കണേ കാണണേ. ഇവിടെ ഒന്നും ഖുർആനിൽ നിന്ന് അല്ലാതെ വേറെ ഒന്നുമില്ല. അതൊക്കെ ഇവിടെ ഉസ്താദന്മാർ വേറെ വിഷയത്തിൽ പറയും. ഖുർആനും അങ്ങനെ തന്നെ പറയണേ. ഓരോ കാലഘട്ടത്തിലും മനുഷ്യന്റെ ആശകൾക്ക് മാറ്റങ്ങൾ വരും. അല്ല, അങ്ങനെ തന്നെയല്ലേ? മരിക്കാൻ കിടക്കുന്ന ആള്, രോഗിയായി കിടക്കുന്ന ആളുടെ ആശയല്ല മരിക്കുന്ന മനുഷ്യന്റെ ആശ. ഖുർആൻ ഓരോ ഭാഗത്ത് ഇതിനെ സംബന്ധിച്ചെടുത്ത് പറയുന്നുണ്ട്. സൂക്കേടായി കിടക്കുന്ന ആളുടെ ആഗ്രഹം എന്താണ്? സൂക്കേടായി കിടക്കുന്ന ആളുടെ ആഗ്രഹമാണ് ഇവിടെ ഈ വിശദീകരിക്കുന്നത്. ഖാല ലിവാലിദൈ ഉഫ്ഫിൻ ലക്കുമാ അതഅദാനിനി അൻ നുഖ്റജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി. മരിക്കാൻ കിടക്കുന്ന ആളുടെ ആശയല്ല, അതല്ല. വഖീല ഖല്ലാ ഇദാ ബലഗത് തറാഖിയ വഖീല മൻ അറാഖ്. അവിടുത്തെ ആശ. ഇതന്നെ സംസ്കൃതം പറഞ്ഞു. നമ്മുടെ ആശകൾക്കും ആഗ്രഹങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വരും. സംസ്കൃതം പറഞ്ഞതാണ് ബാലസ്ഥാവൽ ക്രീഡാശക്തി. കൊച്ചുകുട്ടികളുടെ ആശ എന്താണ്? കൊച്ചുകുട്ടികളുടെ ആശ എപ്പോഴും കളിക്കുക എന്നുള്ളതാണ്. കളിക്കോപ്പുമായിട്ട് ഇങ്ങനെ ഇണങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഉള്ള 2 വയസ്സുള്ള കുഞ്ഞിനോട് അപ്പുറത്തെ തെങ്ങുന്തോട്ടം മേടിക്കട്ടെ മോനെ ചോദിച്ചാൽ കൊച്ചു വല്ലതും അറിയോ? ഇല്ല. അതിന് ഇന്നൊരു കളിക്കോപ്പ് ഉണ്ടെന്ന് കൊടുത്താൽ വേറെ കളിക്കോപ്പ് ആഗ്രഹിക്കും. കളിപ്രായം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ യുവതി യുവാക്കളാണ്. തരുണസ്ഥാവൽ തരുണീശക്തേ. ഒരു 18 വയസ്സായ മോളുടെ അടുത്തേക്ക് നിങ്ങൾ പിന്നെ ഒരു കിലുക്കം മേടിച്ചാൽ കൊണ്ട് കൊടുത്തു നോക്കി. ഒരു പൊതിയിലാക്കി ഒരു കിലുക്കം. ഇതെന്തെന്നാ വാപ്പ? നീ ഒന്ന് തുറന്നു നോക്കടി മോളെ. മോള് തുറന്നു നോക്കിയപ്പോൾ ഒരു കോലിൻ്റെ അടുത്തിട്ടൊരു ഉണ്ട. ഇതെന്തെന്നാ വാപ്പ? എടി, അവിടെ നമ്മുടെ ഉത്സവമല്ലേ, മധുറൂർ മാസമ്പടെ ആ ഉത്സവത്തില് ഞാൻ ആ റോട്ടിൽ കൂടെ പോരുമ്പോൾ 2 രൂപയ്ക്ക് ഈ കിലുക്കം വിൽക്കണു. ഇത് 200 രൂപ കടയിൽ. ഞാൻ 2 രൂപയ്ക്ക് മേടിച്ചോണ്ട് മോളെ അവിടെ നിന്ന് കിലിക്കോ. കിണി കുണി കിണി കുണിന്ന് സൗണ്ട്. 18 വയസ്സായ മോക്കായി കിലിക്കാൻ കൊടുത്തേക്കണേ. വാപ്പ അകത്തേക്ക് കയറുമ്പോൾ അവള് പല്ലിറുമ്മിക്കൊണ്ട് എന്താ പറഞ്ഞെന്നറിയോ? ശബ്ദം ഇല്ലാതെ പറയും. എന്തെന്നാ? ഓത്ത് അറക്കുവാണെങ്കിൽ 200 കിലോ ഇറച്ചിയുണ്ട്. 18 വയസ്സായി എനിക്ക് കിലുക്കം മേടിച്ചുകൊണ്ടേക്കോണ്ട് ഈ കല്യാണം ആലോചിച്ചുകൊണ്ട് വരാനുള്ളതിന് കണ്ട. 18 വയസ്സിൽ മോൾ ആഗ്രഹിക്കുന്നതാണ് എനിക്കൊരു വിവാഹം. 21 വയസ്സായ മോനക്ക് നിങ്ങൾ രാശിക്കൗണ്ട് ഒന്ന് കൊടുത്തു. ഇങ്ങനെ കളിക്കണേ ഉണ്ട. കുട്ടികളൊന്നും മുട്ടൂല. 1 ഡസൻ. മോനെ വിളിച്ചു. 21 വയസ്സായ മോൻ. എടാ സുലൈമാനെ, എന്തേ പാപ്പാ? ദേടാ, ഇത് വിട്ട് നീ ആ ശ്രീധരനെ വിളിച്ചവിടെ മുറ്റത്തിരുന്ന് കളിച്ചോ. ഇതെന്തെന്നാ ഇത് വട്ടാടാ, ഇത് രാശിക്ക. ഒരെണ്ണത്തിന് 5 രൂപ അവിടെ. ഞാൻ 5 രൂപയ്ക്ക് 1 ദിവസം മേടിച്ചാൽ അതിനോട് കളിച്ചോ. ഇവൻ എന്തു പറയും? ഞങ്ങളുടെ അവിടുത്തെ ഏറ്റവും വലിയ ഭ്രാന്താശുപത്രി ഊളംപാറയിലാണ് ഞങ്ങളുടെ അവിടെ. ഇവനെന്തായിരിക്കും പറയാ? പല്ലിറുമ്മിക്കൊണ്ട്. നമുക്ക് ബോധമില്ലാത്ത തടിമാടൻ. 21 വയസ്സായി എനിക്ക് രാശിക്കാൻ മേടിച്ചോണ്ട് കളിച്ചോളാൻ പറഞ്ഞു. കല്യാണം ആലോചിക്കാനുള്ള ഇനി ഇതിനല്ല ഊളംപാറയ്ക്കും കൊണ്ടുപോകണം. ശരിയാണോ? വൃദ്ധസ്ഥാവൽ ചിന്താശക്തേ. വയസ്സായാലോ കസേരയിൽ നമ്മളോർക്കും ചുമ്മാ ചാരി കിടക്കണം. അല്ല, തൻ്റെ ചെറുപ്പകാലങ്ങളെ പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ്. ഓ, അന്ന് പെരടാലയിൽ നിന്നും കോളേജിൽ ഞാൻ പോയപ്പോൾ പ്രൈവറ്റ് ബസ്സിലാണ് പോയത്. എൻ്റെ അമ്മാ, അങ്ങനെയാണ് ആ മുമ്പിലത്തെ ഡോറേക്കോടെ അങ്ങോട്ട് കയറി. ഓ, അവിടെ അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ കൊച്ചു വല്യാപ്പാ എന്തിയാടാ ചായ കുടിക്കാൻ ചായ. സ്വർഗത്തിലെ കട്ടുറുമ്പ് ഇയാളിങ്ങനെ കോളേജിലേക്ക് പോവുക. അപ്പോഴാണ് ചായ. നിങ്ങളവർക്കും കാരണം നിങ്ങളുടെ ഇവിടെയുള്ള കാരണവരെ പറ്റിയല്ലേ പറഞ്ഞത്. മക്കളും അതിൻ്റെ മക്കളുമായിട്ട് മരിക്കാണ്ടിരിക്കുന്ന ആൾക്കാർ, അവരെ പറ്റിയേ പറഞ്ഞു. അങ്ങനെയുള്ളവർ ഇവിടെ ഇല്ല. അതുപോലല്ല വെല്ലുമ്മായും.
വല്യമ്മ ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരിക്കും. ഓ, അന്ന് അവിടെ മൂത്താപ്പാടെ വീട്ടിൽ കല്യാണത്തിന് ഇപ്പൊ കിണറിന്റെ സൈഡിൽ വെച്ച ആ മുടിയുടെ അറ്റത്ത് പിടിച്ചൊരു താട്ടിയത്. ഓ, തിരിഞ്ഞു നോക്കിയപ്പോ ആരാ? അപ്പോഴാണ് പേരക്കുഞ്ഞ് വഴുതനങ്ങ കൊണ്ട് തന്നെ വല്യമ്മ ഇത് അരിയാൻ വെട്ടി കണ്ടിച്ച് അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ദേഷ്യം വരുവാണ്. ഇതാ വൃദ്ധസ്ഥാവൽ ചിന്താശക്തേ വയസ്സായ പിന്നെ എന്നാൽ പരമേ ബ്രഹ്മണി കോപിന ശക്തേ. എടേ മക്കളെ, യുവതി യുവാക്കളെ, വൃദ്ധന്മാരെ, വൃദ്ധകളെ, നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന രാജാതിരാജനായ റബ്ബിനെ സംബന്ധിച്ചുള്ള ചിന്തയാണ് കേട്ടോ ഏറ്റവും വേണ്ട. അത് നിങ്ങൾക്ക് കിട്ടിയ പാഠം എന്താ? അതിനകത്ത് ഓരോ കാലഘട്ടങ്ങൾ മാറുമ്പോഴും മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് മാറ്റം വരും. രോഗിയായി കിടക്കുമ്പോൾ മനുഷ്യന്റെ ആശ ഖുർആൻ എടുത്ത് പറയുകയാണ്, മാതാപിതാക്കളുടെ കണ്ണീര്. വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലകുമാ. മോളെ വിളിച്ചിട്ട് പറയാം, മോനെ വിളിച്ചിട്ട് പറയാം, മക്കളെ മഗ്‌രിബോൻ കുളിച്ചല്ലോ, ഒരു യാസീൻ ഓതിക്കേ. രോഗിയായി കിടക്കണ തന്തയുടെ ആശ, രോഗിയായി കിടക്കണ തള്ളയുടെ ആശ. മോളെ ബാങ്ക് വിളിച്ചല്ലോടി, ഒന്നു കൊടുത്തൊന്ന് നിസ്കരിക്കോ ലോഹറ്. ഇങ്ങനെ നിസ്കരിക്കാൻ മക്കളോട് പറയുമ്പോൾ, യാസീനോദാ മക്കളോട് പറയുമ്പോൾ, മക്കളുടെ ഭാഗത്തുനിന്നുള്ള മറുപടി ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലകുമാ. ആ മറ്റേ വാക്ക് തന്നെ, ആ വാക്ക് തന്നെ ഇവിടെ ഉണ്ട്. അവിടെ കൊച്ച് പഞ്ചാര മേടിക്കാൻ പോയപ്പോ ഉണ്ടായ വാക്ക് തന്നെ. കളിക്കനോടത്തിന്ന് വന്നു, പൈസ മേടിച്ചു, പലചരക്കടയിൽ പോയി തിരിച്ചു മേടിച്ചു കൊണ്ട് കൊടുത്തു. നമ്മുടെ ഓട്ടത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ പൈസ മേടിക്കുമ്പോ നാക്കിന്നൊരു ശബ്ദം വന്നു, തല ചൊറിഞ്ഞോണ്ട് അച്ഛേ ഉണ്ടാ എന്ന് പറഞ്ഞാൽ എന്റെ കളി മുടക്കിയ ഉമ്മ. അതാണ് അച്ഛയുടെ അർത്ഥം. അത് തന്നെ ഇവിടെ. നിങ്ങളുടെ കാര്യം മഹാകഷ്ടം. എന്താ തള്ളേ തള്ളേ തന്തേ നിങ്ങൾ ഈ പറയണത്? പെരടാല പള്ളിപ്പറമ്പിൽ കൊണ്ടേ കുഴിച്ചിട്ടിട്ട് രണ്ടാമത് ജനിക്കുന്നോ? എന്തോരം മനുഷ്യന്മാരെ അവിടെ അടക്കിയിട്ടുണ്ട്, ആരും മുളച്ചു വന്നിട്ടില്ലല്ലോ. നിങ്ങൾ എന്ത് വിവരക്കേടായി പറഞ്ഞത്? ഈ മറുപടി കിട്ടുമ്പോൾ ആ രോഗശയ്യയിൽ കിടന്ന് തന്തയും തള്ളയും കണ്ണീര് കുടിക്കുന്നു എന്ന് ഖുർആൻ. വൈലക ആമിൻ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫയഖൂലു മാ ഹാദാ ഇല്ലാ അപ്പോഴും മക്കൾ നിർത്തണില്ല. ഫയഖൂലു മാ ഹാദാ ഇല്ലാ സാതിറുൽ അവ്വലീൻ. എടാ ഇങ്ങനെ പറയല്ലേ, എടി ഇങ്ങനെ പറയല്ലേ. അള്ളാഹു സൃഷ്ടിച്ച നിങ്ങൾക്കൊരു മരണമുണ്ട്, മരണശേഷം ഒരു പുനർജന്മമുണ്ട്. അതുകൊണ്ട് ഈ രീതിയിലുള്ള ധിക്കാരം പറയല്ലേ എന്ന് പറയുമ്പോൾ മാ ഹാദാ ഇല്ലാ സാതിറുൽ അവ്വലീൻ. എടേ തന്ത തള്ളേ, നിങ്ങൾ ഈ വലിയ ഖുർആനൊന്നും ഓതി കേൾപ്പിക്കേണ്ട. അത് വിവരം കെട്ട കുറെ വിഡ്ഢികൾ എഴുതിയുണ്ടാക്കിയ കഥാപുസ്തകമാണ്. കണ്ണീരായോ? തന്തയ്ക്കും തള്ളയ്ക്കും കണ്ണീരായോ? മക്കളും കണ്ണീര് കുടിക്കും. മക്കള് കണ്ണീര് കുടിക്കാതിരിക്കാൻ തന്തയും തള്ളി ഒരു പണിയുണ്ടതുണ്ട്. എന്താ? ഇന്നൊരു കുഞ്ഞങ്ങോട് ഉണ്ടായാൽ 16ാമത്തെ വയസ്സെത്തുന്നത് വരെ വരച്ച് കാണിച്ചു ലോകാനുഗ്രഹി നബീന റസൂലുള്ളാഹി. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ വരച്ച് കാണിച്ചത് നടപ്പിലാക്കാത്ത ഒരു സമൂഹം മക്കളിൽ നിന്നിട്ടൊരു സന്തോഷത്തിൻ്റെയും ഒരു സമാധാനത്തിൻ്റെയും നീക്കങ്ങളും വാക്കുകളും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അപ്പം എനിക്കത് സംസാരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട്, കാരണം അത് നമ്മളെടുത്ത് കൈകാര്യം ചെയ്യാൻ. ശരിക്കും ഞാൻ പറഞ്ഞാൽ ഫസ്റ്റിലെ ഞാൻ അത് മാത്രം എടുത്ത് പറഞ്ഞെങ്കിലോ എന്ന് ആലോചിച്ചാണ് കയറിയത്. പിന്നെ നോക്കിയപ്പോൾ ഇങ്ങനെ അതെങ്ങനെ മക്കളെ കയറി ഇങ്ങനെ പിടിച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അത് തൊട്ടിട്ട് കാര്യമില്ലാന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാപ്പാക്കണം, പൊരുത്തപ്പെടണം. നാളെ രാവിലെ 8:30 മണിക്ക് എൻ്റെ മോൻ ഉംറയ്ക്ക് വേണ്ടി, അത് വേറെ ഒന്നും ആയിട്ടല്ല, ഒരു ജമാഅത്തുണ്ട് അവൻ്റെ കൂട്ടത്തിൽ. ആ ജമാഅത്ത് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറേ ആളുകൾ അതിനകത്തുണ്ട്. മോനെ അമീറാക്കി കൊണ്ടുപോകണമെന്ന് അവർക്ക് വല്ലാത്ത നിർബന്ധം. അങ്ങനെ മോൻ്റെ നേതൃത്വത്തിൽ ഒരു 50 ആൾ നാളെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് രാവിലെ 8:30 അവരെ യാത്രയാക്കാൻ എനിക്ക് ചെല്ലൽ ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ ഈ പരിപാടി ഇരുന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി ആലോചിച്ചതാണ്. അപ്പോൾ അത് മറ്റില്ല എന്ന് കൊണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ട്രെയിൻ മാറ്റി. രാവിലെ 10:30 എത്തേണ്ട ട്രെയിൻ ഒഴിവാക്കിയിട്ട് രാവിലെ 6:30 എത്തേണ്ട ട്രെയിന് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഞാനൊരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാണ്. റഹ്മാനായ റബ്ബ് നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്ന 2 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നടപ്പാക്കാൻ മാതാപിതാക്കൾ പരിശ്രമിക്കണം. ഒന്നാമത്തേത്,
നമ്മുടെ ദുആകളിൽ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ ദുആ കൊണ്ടുവരിക. അദ്ദുആ സിലാഹുൽ മുഅ്മിൻ വ ഇമാദുദ്ദീൻ നബീന റസൂലുള്ളാഹി. സംഗതി ഒരു കുഞ്ഞുണ്ടായാൽ 16 വയസ്സ് വരെ ആ കുഞ്ഞിന് ചെയ്യേണ്ടതൊന്നും ചെയ്യാൻ പറ്റിയില്ല. റബ്ബിനോട് പറയാം, അതാ റബ്ബന ഹബ് ലനാ, കണ്ണിൻ്റെ കുളിർമയുള്ള പ്രവർത്തനം മക്കളിൽ നിന്നുണ്ടാകാൻ. അതിനോടൊപ്പം തന്നെ ഒരു കാരക്ക വിശന്ന ആൾക്ക് മുലയിൽ നിന്ന് ഒരു തുള്ളി പാലില്ലാതെ വിശന്ന് ദാഹിച്ചു നിൽക്കുന്ന ഒരു പെണ്ണിന് ഒരു കാരക്ക കിട്ടിയപ്പോൾ അതൊരാൾ ഇവളിങ്ങനെ കടിച്ചപ്പോൾ ആ ചോദിച്ച ആൾക്ക് ഇവളങ്ങോട്ട് കൊടുത്തു. ഒരു കാരക്കൈ പറഞ്ഞ് നെഞ്ചത്തിരിക്കണ ഒക്കത്തിരിക്കണ കൊച്ചിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആ തള്ളയുടെ കുഞ്ഞിനെ ചെന്നായ പിടിച്ചു. ചെന്നായുടെ വായിൽ തൂങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ തള്ള ഒരൊറ്റ വിളി, അല്ലോ എൻ്റെ മോൻ. ആ ശബ്ദം കേട്ട ചെന്നായ ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് കാട്ടിലേക്ക് കയറി ഒളിച്ചു. അസ്സദഖത്തു റദ്ദുൽ ബലാ നബീന റസൂലുള്ളാഹി. കടിച്ച ഒരു കാരക്ക എനിക്ക് തരുവോ, ഞാൻ വിശക്കുകയാണെന്ന് ചോദിച്ച മനുഷ്യന് കൊടുത്തപ്പോൾ വിശന്നതായ ചെന്നായ പിടിച്ചതായ കുഞ്ഞിനെ ചോദിച്ചതായ പെണ്ണിനെ അല്ലാഹു തആല തിരിച്ചു. ഒരു സദക്കയുടെ പവറാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ ഒരു വിശാലമായ പരിപാടി നടക്കുന്നുണ്ട്. ഈ പരിപാടിയുടെ പ്രാഥമിക ചെലവിലേക്കൊന്ന് നെയ്യത്താക്കി നിങ്ങളുടെ പോക്കറ്റിൽ അല്ലാഹു തആല എന്ത് കൊണ്ടെന്ന് ആക്കിയിട്ടുണ്ടോ, നിങ്ങളുടെ സ്വന്തം ചെയ്തേക്കണമെന്നും അല്ലല്ലോ, അല്ലാഹു തആല നമ്മളെ എത്തിച്ചെന്നാണ്. നിങ്ങളുടെ പോക്കറ്റിലുള്ള ഒരു ഹദിയ, പടച്ചവനെ എൻ്റെ കുടുംബത്തിൽ ഒരു കുഞ്ഞോ ഒരു പേരക്കുഞ്ഞോ പെറ്റ് വളർത്തിയ ഓമനിച്ച മാതാപിതാക്കൾക്ക് കണ്ണീര് കുടിക്കാവുന്ന വിധത്തിലേക്ക് പോകാതെ, എന്ന് പറഞ്ഞാൽ വഴി തെറ്റാതെ എൻ്റെ കുടുംബത്തിലുള്ള കുഞ്ഞിനെ വഴിയിലൂടെ സഞ്ചരിപ്പിക്കണ റബ്ബേന്ന് നെയ്യത്താക്കിക്കൊണ്ട് നമ്മൾ വലിയ പിരിയാൻ പോകണല്ലോ. അതുകൊണ്ട് ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും ഒരു ഹദിയ നെയ്യത്താക്കി നേർച്ചയാക്കി ഒരു 10 സലാത്ത് ഞാനിവിടെ ചൊല്ലും. നിങ്ങളെല്ലാവരും ഈ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വന്നു ആ വഴിയിൽ നെയ്യത്താക്കി ഒരു ഹദിയ, സഹോദരിമാർക്ക് അവിടെ ഒരു ബക്കറ്റ് സംഘാടകർ വെച്ചു കൊടുക്കുക. ഒരു ഹദിയ മക്കൾ വഴിതെറ്റിപ്പോകാതെ നെയ്യത്താക്കി മഹാനായ വലിയുള്ളാന്റെ ഹദറത്തിൽ വെച്ച്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരെയും ഞാനിങ്ങോട്ട് ക്ഷണിക്കുന്നതിന് മുമ്പ് ഒരു സലാത്തിൻ്റെ അരി ഒന്ന് ചൊല്ലിക്കേ. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫറജു ബിഹിൽ ഖുറബ് വതുഖ്ളാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിൽ റവായിബ് ഹുസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക. ഞാൻ ഈ ഓതിയ സലാത്തിനാരയുടെ മിസ്ൽ സവാബ് എൻ്റെ ഷെയ്ഖാണ്, ആത്മീയ ഗുരുവാണ്, കക്കടിപ്പുറത്ത് വിശ്രമിക്കുന്ന ഷെയ്ഖ് അബൂബക്കർ ബിൻ അബ്ദുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇതുപോലെ തന്നെ ഒരു മഹാനാണ്. ഹയാത്ത് കാലത്ത് 10 വർഷത്തിലേറെ ബന്ധപ്പെടാൻ ഈ പാവിക്ക് അല്ലാഹു തആല ഭാഗ്യം തന്നു. ബഹുമാനപ്പെട്ടവരോടുള്ള കടപ്പാടെന്ന നിലയ്ക്ക് ഞാൻ വഴുതു നിർത്തുമ്പോൾ സദസ്സിലുള്ളവരെ കൊണ്ട് ഇങ്ങനെ ഒരു അമല് ചെയ്യിപ്പിക്കും. അള്ളാഹു കക്കടിപ്പുറത്തിൻ്റെ പിന്നാലെ ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ പിന്നാലെ സിറാത്ത് കടക്കാൻ അള്ളാഹു മക്കൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞതിലോ സംസാരിച്ചതിലോ ഇടപെട്ടതിലോ എന്തെങ്കിലും നിങ്ങൾക്ക് ദേഷ്യമോ വെറുപ്പോ ഉണ്ടാകാവുന്ന വന്നുപോയെങ്കിൽ ഒരു വിവരമില്ലാത്തവനാണ്, എന്നോട് മാപ്പാക്കണം, ക്ഷമിക്കണം എന്ന് പ്രത്യേകമായി അപേക്ഷിച്ചുകൊണ്ട്, മരിച്ചു എന്ന് കേട്ടാൽ നിങ്ങളുടെ ഈ പള്ളിയിൽ ഈ പാവപ്പെട്ടവനെ ജനാസ നിസ്കരിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ടും എപ്പോഴൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ട്രെയിനിലും കൂടി പോരുമ്പോൾ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത നെഞ്ചിന്. പഠിച്ചവനെ ഇതിനകത്ത് വെച്ച് വിഷമം പറ്റിയപ്പോൾ എന്ത് ചെയ്യും? നെഞ്ചിന് വേദന വന്നേ. അങ്ങോട്ട് ഇറങ്ങിയിട്ട് സംഘാടകരുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ എന്തായാലും അവർ ആംബുലൻസിലും എങ്ങനെയെങ്കിലും ആളെ വീട്ടിലെത്തിക്കുമല്ലോ. ഞാൻ വല്ലാതെ അങ്ങ് അസ്വസ്ഥനായി. പിന്നെ ബാഗിനകത്തൊരു ചെറിയ ബാമൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തൊന്ന് തിരുമ്മി ഷഹാബുൽ ബദരീങ്ങളുടെ ഹദറത്തിലേക്ക് ഒരു യാസീനൊക്കെ ഓതി ഒന്ന് ഊതി അൽഹംദുലില്ലാഹ് കുറച്ചു നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ശാന്തായി. ഇതെപ്പോഴാണെന്ന് പറയാൻ പറ്റൂലേ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല. നല്ല ആരോഗ്യമുള്ള ആൾക്കാർ മറിഞ്ഞാടി പോണു. പിന്നെ ഈ നരച്ച് കുരച്ചിരിക്കണ ഈ തന്തയുടെ കാര്യം പറയാനല്ലോ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ എപ്പോഴാണെന്നറിയില്ല. മരിച്ചാൽ നിങ്ങളൊക്കെ ഈ പാവിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണമെന്നും എൻ്റെ ഉമ്മ പെങ്ങന്മാരൊക്കെ ഈ സാധുവിന് വേണ്ടി ദുആ ഇറക്കണമെന്നും, അതുപോലെ ഒരു 10,000-2,500ഓളം ആളുകൾ പുറകിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു ജമാഅത്തിൻ്റെ ഖത്തീബാണ് ഞാൻ. അങ്കമാലി ടൗൺ പള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ പള്ളിയല്ല. ബഹുമാനപ്പെട്ട ഹൈദരാലി തങ്ങൾ, അള്ളാഹുവെ മഹാനവറുകളുടെ ദർജ ഉയർത്തിക്കൊടുത്ത് അനുഗ്രഹിക്കണ തമ്പുരാനെ, ബഹുമാനപ്പെട്ടവരുടെ പവിത്രമായ മേനി കുളിപ്പിച്ചത് എൻ്റെ പള്ളിയിൽ വെച്ചാ. കള്ളിത്തുണ്ടെടുത്തോണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. അമേരിക്കയിൽ ആശുപത്രി വേണമെന്ന് പറഞ്ഞാൽ പാണക്കാട്ടുകാർക്ക് കിട്ടും.
പക്ഷെ അങ്കമാലി പള്ളിയിൽ വരുന്നതിൻ്റെ രഹസ്യം വേറെ ഉണ്ടെന്ന് ഞാനത് ശരിക്കും കുറച്ച് വിശ്വസിക്കുന്ന ആളാണ്. അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും അൽഹംദുലില്ലാ പള്ളിയിൽ ഒരു 2000 ചില്ലാൻ ആളെൻ്റെ പുറകിൽ ജുമായ്ക്ക് കൈയിട്ടുന്നു. നിങ്ങളാരെങ്കിലും മരിച്ച വിവരം ഈ പാവപ്പെട്ടവനക്ക് കിട്ടിയാൽ എൻ്റെ പുറകിൽ വരുന്ന പാവങ്ങളെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരപ്പിക്കാം, മയ്യത്ത് നിസ്കരിപ്പിക്കാമെന്ന് ഞാനും പറയണം. അല്ലാഹു തആല നമ്മുടെ ഒന്നും മക്കൾ വിളിച്ചു പറയാതെ, നമ്മുടെ കുടുംബക്കാരാവശ്യപ്പെടാതെ മരിച്ചു എന്ന് കേട്ടാൽ പത്രത്തിൽ വിവരം കണ്ടിട്ട് ഞാൻ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. മരിച്ചു എന്ന് കേട്ടാൽ ഇമാമിങ്ങൾ നമുക്ക് വേണ്ടി നിസ്കരിക്കാൻ ആഹ്വാനം ചെയ്യാനും ആത്മാർത്ഥമായ ആളുകൾ ദുആ ചെയ്ത് നിസ്കരിക്കാവുന്നതും പറ്റുന്ന നിലയിൽ അള്ളാഹു നമ്മുടെ ഇരുകൂട്ടരെയും ജീവിതം ഉയർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പഠിച്ചവനെ ഈമാൻ കുറവാ, ഇബാദത്ത് കുറവാ, തഖ്വ കുറവാ, അമൽ കുറവാണ്. എന്നാൽ എനിക്ക് മോശപ്പെട്ട ഈ പാവങ്ങളിൽ ചെല്ലിയ സ്വലാത്തിൻ്റെ ബർക്കത്തുകൊണ്ട് ഇവിടെ അടക്കിയിരിക്കുന്ന മഹാന്മാരുടെ മഹത്വം കൊണ്ട് എല്ലാ നിലയ്ക്കും പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട മഹാന്മാരുടെ മഹദികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. റഹ്മാനെ പഠിച്ചവനെ, ഞങ്ങൾ ചെല്ലിയ സലാത്തന്നാരിയുടെ മിസ്ര സവാബ് മഹാനായ കക്കടിപ്പലം വലിയുള്ളാക്ക് എത്തിക്കണേ പഠിച്ചവനെ. അള്ളാഹുവെ, ജീവിക്കുന്ന കാലം സുജൂദിന് തടസ്സം വരുന്നൊരവസ്ഥ ഞങ്ങളുടെ ശരീരത്തിന് വരാതെ കാക്കണേ തമ്പുരാനെ. മാരകമായ ക്യാൻസറോ ഭീകരമാകുന്ന വൃക്ക തകരാറോ ഒന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും വരാതെ കാക്കണേ. ഒന്നോ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് രോഗികളുണ്ട്. ഷാഫിയായ റബ്ബേ, മഹാനായ വലിയുള്ളാന്റെ മഹത്വം കൊണ്ട് അള്ളാഹുവെ ശിഫിയാക്കി തരണേ പഠിച്ചവനെ. ബഹുമാനപ്പെട്ടവരുടെ ഹദറത്തിൽ ആരെന്ത് പരാതി വന്നു വന്നാലും പഠിച്ചവനെ, നിന്റെ മഹലായ ഫضലുണ്ട് അതിനെല്ലാം പരിഹാരം കൊടുക്കണേ പഠിച്ചവനെ. അള്ളാഹുവെ, ഈ മഹാനെ ആദരിച്ചവരെ എല്ലാം അള്ളാഹ് നീ അംഗീകരിക്കണേ പഠിച്ചവനെ. ഇവരെ നിന്ദിക്കുന്നവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കണേ തമ്പുരാനെ. റബ്ബുൽ അദീമായ നാഥ, ഞങ്ങളുടെയൊക്കെ ഇൽമിനെ അധികരിപ്പിക്കണേ പഠിച്ചവനെ. മക്കളെ സാലിഹ്യങ്ങളും സാലിഹത്തുകളും ആക്കണേ പഠിച്ചവനെ. ആകെ കുഴപ്പത്തിൻ്റെ നാടാണ് പഠിച്ചവനെ. ഞങ്ങൾക്കോ കുഞ്ഞുങ്ങൾക്കൊന്നും സിഹ്ർ ആര് ചെയ്താലും ബാധിക്കാതെ കാക്കണേ റബ്ബേ. എവിടെയെങ്കിലും സിഹർ വന്നിട്ടുണ്ടെങ്കിൽ അല്ല ബാത്തിലാക്കി തന്നെ പഠിച്ചവനെ. ഹാസദീങ്ങളെ തൊട്ട്, ലായനീങ്ങളെ തൊട്ട്, നെമ്മാമീങ്ങളെ തൊട്ട്, കണ്ണേറിനെ തൊട്ട്, ജിന്ന് ഷെയ്ത്താൻ റൂഹാനികളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തെ കാക്കണേ അല്ലാ. കുഞ്ഞുങ്ങളെ, വേറെ കുഞ്ഞുങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഒന്നും ഹയാത്തിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞിനെയും മൗത്താക്കല്ലേ പഠിച്ചവനെ. കുഞ്ഞുങ്ങളുടെ ജനാസ, പേരക്കുഞ്ഞിൻ്റെ ജനാസ ഒന്നും കാണാൻ ഞങ്ങൾക്ക് കരുത്തില്ല റബ്ബേ. റഹ്മാനായ പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന ഇൽമിലൊക്കെ ബർക്കത്തും വിജയം കൊടുക്കണേ റബ്ബേ. പ്രത്യേകിച്ചും മലക്കുകളുടെ ചിറകിൽ സഞ്ചരിക്കുന്ന ഈ മക്കളുടെയൊക്കെ ഇൽമിൽ ബർക്കത്തും വിജയം കൊടുക്കണേ തമ്പുരാനെ. അവരെയൊക്കെ വേണ്ടതുപോലെ സംരക്ഷിക്കുന്ന ഉസ്താദിന് ഇസ്സത്തോടെ ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. ഞങ്ങൾക്ക് ഇതിനെ ദ്വാരക്കാനൊക്കെ സൗകര്യം ഒരുക്കി തന്ന ജമാഅത്തിൻ്റെ പരിപാലന സമിതിക്ക്, ഈ മഖാമിൻ്റെ ഉറൂസിൻ്റെ പരിപാലന സമിതിക്കൊക്കെ ഇവിടെ പറഞ്ഞ ഓരോ അക്ഷരത്തിനും കണക്കാക്കി പ്രതിഫലം കൊടുക്കണേ തമ്പുരാൻ. അള്ളാഹുവേ, അന്ത്യശ്വാസം വലിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികൾ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പേ പോയവർക്കും അർശിന്റെ തണല് താട്ടെ അല്ലാ, ഹൗദുൽ കൗസർ താട്ടെ അല്ലാ, ശഫാഅത്തുൽ കുബ്ര താട്ടെ അല്ലാ, വലത് കൈയിൽ ഗ്രന്ഥം നൽകണേ അല്ലാ, സിറാത്ത് മിന്നൽ വേഗത്തിൽ കടത്തി തരണേ അല്ലാ. പടച്ചവനെ, ഈ സലാത്തിന്റെ മജ്ലിസിൽ പൊന്നോമന മക്കളെ നെയ്യത്താക്കിക്കൊണ്ട് ഈ ഹദിയ നേർച്ചയാക്കിയ ഒറ്റ മാതാപിതാക്കളെ നീ വിഷമിപ്പിക്കില്ലേ തമ്പുരാനെ. കണ്ണീര് കുടിക്കാൻ വിധി കൊടുക്കല്ലേ റബ്ബേ. നീ മിനിറ്റ് കൊണ്ടാ മക്കളുടെ സ്വഭാവം പറഞ്ഞ, ഇന്നലെ വരെ നല്ല സ്വഭാവം, ഇന്ന് വട്ടം തിരിയാണ്. പടച്ചവനെ, ഈ ഹദിയ നൽകി ഈ സലാത്തിന്റെ മജ്ലിസിൽ സംബന്ധിക്കുന്ന ആർക്കും അല്ലാഹുവേ ആ ഒരു വിപത്ത് വരാതെ കാക്കണേ തമ്പുരാനെ. ഈ പാപിയുടെ കൈ പരസ്പരം പിടിക്കുന്നത് കൊണ്ട് തസാഖത്തത് ദുനൂബഹുനാ മിൻ ഖിലാലി അസാബിഹിമ എന്ന ചെറുപാപങ്ങൾ വിരലുകൾക്കിടയിലൂടെ കൊഴിഞ്ഞു പോകുമെന്ന നബിത്തങ്ങളുടെ പ്രഖ്യാപനം ഈ നല്ല മനുഷ്യന്മാരുടെ കൈ ഈ പാവപ്പെട്ടവർ പിടിക്കുന്നതിൻ്റെ പേരിൽ അല്ലാഹുവേ സാധുവിൻ്റെ പാപം പടച്ചവനെ, ഈ സാലിഹ്യങ്ങളായ മനുഷ്യരുടെ പദവി ഉയരാനും അല്ലാഹു അമലിന് കാരണമാക്കണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബിഗ്ഫിർ വർഹം ആബാഅനാ വഉമ്മഹാതിനാ കമാ റബ്ബൗനാ സഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി. അന്ന് ചൊല്ലിക്ക, എല്ലാവരും ചൊല്ലിക്ക. പെട്ടെന്ന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് വേഗം വന്നോട്ടോ. എല്ലാവരും ചൊല്ലിക്ക. ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി